എല്ലാവർക്കും നമസ്കാരം. ജയാസിയം നൗഷാദാണ്. തൃശ്ശൂർ വടക്കാഞ്ചേരിയാണ് സ്വദേശം. ആർസിഎം എന്നുള്ള പ്രസ്ഥാനത്തിൽ വന്നിട്ട് ഏകദേശം 4 വർഷമായി. ഇപ്പൊ സ്റ്റാർ ഗോൾഡ് എന്നുള്ള പൊസിഷനിലാണ് നിൽക്കുന്നത്. വളരെയധികം സന്തോഷം ഈ ഒരു പ്രസ്ഥാനത്തിൽ എത്തിച്ചേരാൻ പറ്റിയത്. കാരണം സാമ്പത്തികമായും ആരോഗ്യപരമായിട്ടും വളരെയധികം നേട്ടങ്ങൾ കൈവരിക്കാൻ ഈ ഒരു പ്രസ്ഥാനത്തിൽ വന്നതോടുകൂടിയിട്ട് എനിക്ക് സാധിച്ചിട്ടുണ്ട്. അപ്പൊ അൽഹംദുലില്ലാ. അപ്പോ നമുക്ക് കുറച്ച് ദിവസങ്ങളായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന നമ്മുടെ ന്യൂട്രിചാർജ് പ്രോഡക്റ്റുകളുടെ ട്രെയിനിങ്ങിൽ ഇന്ന് നമുക്ക് പഠിക്കാനുള്ളത്, ഞാൻ പറയുന്നത് നമ്മുടെ ന്യൂട്രിചാർജ് S5നെ കുറിച്ചിട്ടാണ്. ഒരുപാട് പ്രത്യേകതകളും അതുപോലെ തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ റിസൾട്ട് തരുന്ന നല്ലൊരു വണ്ടർഫുൾ ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ് നമ്മുടെ ന്യൂട്രിചാർജ് S5. എന്താണ് ന്യൂട്രിചാർജ് S5, എന്തൊക്കെയാണ് അതിൽ അടങ്ങിയിരിക്കുന്നത്, എന്തൊക്കെ ബെനിഫിറ്റ് ആണ് നമുക്ക് അതിന് കിട്ടുക എന്നുള്ളത് നമുക്ക് നോക്കാം. സ്ക്രീൻ ഷെയർ. S5ന്റെ ആവശ്യകത എന്താണ്, അല്ലെങ്കിൽ എന്താണ് ഇന്നത്തെ കാലഘട്ടത്തിൽ നമുക്ക് ന്യൂട്രിചാർജ് S5ന്റെ ആവശ്യകത എന്നുള്ളതിനെ കുറിച്ചിട്ട് ആദ്യം നമുക്ക് നോക്കാം. നമുക്കറിയാം, ഇന്നത്തെ കാലഘട്ടത്തിൽ എല്ലാവരും വളരെയധികം സ്ട്രെസ് ആയിട്ടുള്ള ജീവിതത്തിലാണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം ഇന്നത്തെ കാലാവസ്ഥ, അതുപോലെ തന്നെ നമ്മൾ സാമ്പത്തികമായിട്ടും ജോലിപരമായിട്ടും ഒരുപാട് കാര്യങ്ങളിൽ ഫുൾ സ്ട്രെസ് അനുഭവിക്കുന്ന അവസ്ഥയാണ് ഓരോ മനുഷ്യരും ഇന്ന് ഈ ഒരു കാലഘട്ടത്തിൽ ജീവിച്ചു പോകുന്നത്. അതുപോലെ തന്നെ ഒരുപാട് മരുന്നുകൾ, ഗുളിക കാലത്തിലാണ് നമ്മൾ ജീവിക്കുന്നതെന്ന് പറയും. കാരണം ഒരുപാട് അസുഖങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്ന ഒരു കാലഘട്ടമാണ്. ഒന്നല്ലെങ്കിൽ ഒരു അസുഖമായിട്ട് നമുക്ക് എപ്പോഴും ഒരു പിടി ഗുളിക ഒരു ദിവസം കഴിക്കുന്ന മലയാളികള് അല്ലെങ്കിൽ ആളുകളാണ് ഇന്ന് നമ്മുടെ ഈ ഒരു നാട്ടില് ഉള്ളത്. അതുപോലെ തന്നെ നമുക്ക് മാറി വരുന്ന കാലാവസ്ഥയ്ക്ക് അനുസരിച്ചിട്ട് കോൾഡ്, കഫ്, പനി, ജലദോഷം, അങ്ങനെ വൈറൽ ഫീവറുകൾ, നമുക്ക് മാറി വരുന്ന കാലാവസ്ഥകൾ അനുസരിച്ച് നമുക്ക് ഓരോരോ രോഗങ്ങൾ നമുക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ അടുത്തതാണ് നമുക്ക് വരുന്ന അസുഖമാണ് നമുക്ക് തലവേദന. ഏത് സമയം നോക്കിയാലും നമുക്ക് ഏറ്റവും ബുദ്ധിമുട്ടിക്കുന്ന എല്ലാവർക്കും എപ്പോഴും ഉണ്ടാവുന്ന ഒരു സാധനമാണ് നമ്മുടെ തലവേദന എന്ന് പറയുന്നത്. നമുക്ക് അടിക്കടിക്ക് നമുക്ക് നമ്മുടെ ശരീരത്തിൽ വെള്ളം കുറഞ്ഞാല്, നമ്മുടെ ശരീരത്തിൽ നമുക്ക് നല്ല ടയേർഡ്, അങ്ങനെ ക്ഷീണം ബാധിച്ചാലും നമ്മുടെ ഓരോ ശരീരത്തിന്റെ ഓരോ ബുദ്ധിമുട്ടുകളെയും സൂചിപ്പിക്കുന്ന ഒരു രോഗം തന്നെയാണ് നമ്മുടെ തലവേദന. മിക്കവർക്കും തലവേദന ഇല്ലാത്ത ഒരു ആളുകളും ഈ ഒരു സമയത്ത് ഇല്ല. അതുപോലെ വരുന്നതാണ് ഗ്യാസിന്റെ പ്രോബ്ലം, അതുപോലെ വയറുവേദന. കാരണം ഇന്നത്തെ ജീവിത സാഹചര്യത്തിലെ ഭക്ഷണ രീതികൾ, ഇന്നത്തെ നേരത്തെ സമയത്തിന് കഴിക്കാതിരിക്കുക, അതുപോലെ ജങ്ക് ഫുഡുകള്, അതായത് ശരിക്കും നല്ല ഭക്ഷണം ഇന്ന് മലയാളികൾ അല്ലെങ്കിൽ നമ്മൾ ഉപേക്ഷിച്ച് അതല്ലെങ്കിൽ നമുക്ക് കിട്ടാനില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് വയറുവേദന, ഗ്യാസ് ഫോം ചെയ്യുക, അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ സർവ്വസാധാരണ. ഗ്യാസ് ഇല്ലാത്ത ഒരു വ്യക്തികളും ഇല്ല. കാരണം എന്താ വെച്ചാൽ ഭക്ഷണം ശരിയായ ദഹനം നടക്കുന്നില്ല, അല്ലെങ്കിൽ ഭക്ഷണത്തിന്റെ സമയത്തിന് കഴിക്കുന്നില്ല. അതൊക്കെയാണ് അതിന്റെ കാരണങ്ങൾ വരുന്നത്. ഇനി ടീനേജ് ആയിട്ടുള്ള പ്രായമുള്ള കുട്ടികളാകുമ്പോൾ അവർക്ക് മുഖക്കുരു, പണ്ട് 1-2 മുഖക്കുരു ഒക്കെ വന്നിരുന്നു കുട്ടികൾക്ക്. പക്ഷെ ഇപ്പൊ മുഖക്കുരു ഇല്ലാത്ത കുട്ടികളില്ല. കാരണം ഹോർമോൺ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ, ചിക്കൻ ആയാലും ഏത് മീറ്റ്, നോൺ വെജ് എടുത്താലും അതിന്റെ ഉപയോഗം കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഹോർമോൺ കൂടിയിട്ട്, ശരീരത്തിലെ ഹോർമോൺ കൂടിയിട്ട് കുട്ടികളിലൊക്കെ നിറച്ച് പിമ്പിൾസും കാര്യങ്ങളൊക്കെ കാണാം. പിന്നെ അതുപോലെ തന്നെ ജീവിതശൈലി രോഗങ്ങൾ, അല്ലെങ്കിൽ ജീവിതശൈലി കാരണം പ്രായമാവുന്ന ഇപ്പൊ ഒരു 30-35 വയസ്സ് കഴിയുമ്പത്തിനൊക്കെ എല്ലാവരുടെയും മുഖത്ത് ചുളിവുകളും പാടുകളൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ പെട്ടെന്ന് പ്രായമാവുന്നതും ഈ ഒരു കാലഘട്ടത്തിൽ നമുക്ക് കാണാവുന്നതാണ്. അതുപോലെ വരുന്ന ഒരു അസുഖമാണ് നമ്മുടെ ലൈഫ് സ്റ്റൈല്, ജീവിതശൈലി രോഗമായിട്ടുള്ള ഡയബറ്റീസ്, ഷുഗർ. എല്ലാവർക്കും ഷുഗർ, ഏതിപ്പോ ജനിച്ചു വീഴുന്ന കുട്ടികൾക്ക് തൊട്ട് തന്നെ ഷുഗർ ആണ്. കാരണം എന്താ വെച്ചാൽ അവരുടെ മാതാപിതാക്കളുടെ ജീവിതശൈലിയും അല്ലെങ്കിൽ അവർ കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്നും കുട്ടികൾക്കും കൂടി കിട്ടണം. അപ്പൊ ഇന്ന് ഷുഗർ ഇല്ലാത്ത ഒരു വീടെടുത്ത്, നമ്മുടെ ഒരു വീട് എടുത്തു കഴിഞ്ഞാൽ ആ ഒരു വീട്ടിൽ ഒരാൾക്കെങ്കിലും ഷുഗർ ഇല്ലാത്ത വീടുകളില്ല. ഇനി ഷുഗറിന് നമ്മൾ മരുന്ന് കഴിച്ചുകൊണ്ടിരുന്ന ഷുഗറിനുള്ള മെഡിസിൻ എടുത്താൽ അടുത്ത് വരുന്നതാണ്, അല്ലെങ്കിൽ നമ്മുടെ സ്ട്രെസ്സും കാര്യങ്ങളും ജീവിതശൈലിയും കാരണം വരുന്ന ഒരു അസുഖമാണ് നമുക്ക് ബ്ലഡ് പ്രഷർ.
ഇനി ഇതൊക്കെ കൂടാണ്ട് ഏറ്റവും കൂടുതൽ നമുക്ക് വരുന്ന രോഗമാണ്, അല്ലെങ്കിൽ ഈ ഒരു ഷുഗറിന് വേണ്ടി മെഡിസിൻ കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് പ്രഷറിന് വേണ്ടി മരുന്ന് കഴിക്കേണ്ടി വരുന്നു. സ്വാഭാവികമായിട്ടും നമ്മുടെ ശരീരത്തിൽ കൊളസ്ട്രോൾ വരുന്നു. അല്ലെങ്കിൽ നമ്മുടെ ഭക്ഷണ രീതികൾ, ജങ്ക് ഫുഡുകളും കാര്യങ്ങളും, നമ്മുടെ നേരായ ഭക്ഷണ രീതി അല്ലാതെ കൂടുതൽ നോൺ വെജിന്റെ ഉപയോഗം, കൂടുതൽ ഫാറ്റി ആയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കുക, അതുകൊണ്ടൊക്കെ നമുക്ക് കൊളസ്ട്രോളും വരാനുള്ള സാധ്യത കൂടുതലാണ്. കൊളസ്ട്രോളും വരാനുള്ള സാധ്യതയുള്ള കൊളസ്ട്രോൾ ആണ് ഇന്ന് മിക്ക ആളുകൾക്കും ഉള്ളത്. ഇനി സ്വാഭാവികമായിട്ടും കൊളസ്ട്രോളും ഷുഗറും പ്രഷറും വരുമ്പോൾ നമ്മുടെ ഹൃദയം വീക്ക് ആവാനും അതുപോലെ നെഞ്ഞുവേദന കാര്യങ്ങളൊക്കെ വരാനുള്ള സാധ്യത കൂടുതലാണ്. ഇതിന്റെ ഒക്കെ മെയിൻ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ സ്ട്രെസ് ആണ്. നമുക്ക് എല്ലാവർക്കും സ്ട്രെസ്സിൽ, ഒരു കൊച്ചു കുട്ടികൾക്ക് പോലും ഇപ്പൊ സ്ട്രെസ്സാണ്. എന്തിന് ഒരു ഗെയിം കളിച്ച അവർക്ക് അത് ശരിയായില്ല വെച്ചെങ്കിൽ പോലും അവര് ദേഷ്യം പിടിക്കലും കാര്യങ്ങളൊക്കെയാണ്. അപ്പൊ അത്രയും സ്ട്രെസ് ആയിട്ടുള്ള ലൈഫാണ് ഇന്ന് എല്ലാവരും ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരുപാട് രോഗങ്ങൾക്ക് അടിമകളാണ് നമ്മളെല്ലാവരും. ഈ ഒരു കാലഘട്ടത്തിലാണ്, അല്ലെങ്കിൽ ഈ ഒരു അവസ്ഥയിലാണ് നമുക്ക് ന്യൂട്രിചാർജ് S5 ആവശ്യകത. ന്യൂട്രിചാർജ് S5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആയുർവേദത്തെ കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്ന ഹെർബൽ ന്യൂട്രീഷൻ ആണ് നമ്മുടെ ന്യൂട്രിചാർജ് S5. ന്യൂട്രിചാർജിന്റെ ഫസ്റ്റ് പവർഫുൾ ആയിട്ടുള്ള ഒരു ഹെർബൽ ന്യൂട്രീഷൻ ആണ് ന്യൂട്രിചാർജ് S5. ഇതില് പവർ ഓഫ് 5 ഹെർബ്സ് എന്നാണ് പറയുന്നത്. അതായത് 5 പച്ചമരുന്നുകളുടെ പവറാണ്, ശക്തിയാണ്. അത്രയും പവറുള്ള 5 പച്ചമരുന്നുകളാണ് നമുക്ക് ഈ ഒരു ന്യൂട്രിചാർജ് S5 അടങ്ങിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാവിധ രോഗങ്ങൾക്കും എന്താ പറയാ ഫ്രീഡം കിട്ടും. അതായത് നമ്മുടെ എല്ലാവിധ രോഗങ്ങൾക്കും മുക്തി നൽകും എന്നുള്ളതാണ് നമ്മുടെ ഈ ഒരു ന്യൂട്രിചാർജ് S5 കഴിച്ചാൽ നമുക്ക് കിട്ടുന്ന ഉപയോഗം. അതിന് എന്താണ് നമുക്ക് ന്യൂട്രിചാർജ് S5 എന്തൊക്കെ ഹെർബ്സ് ആണ് അടങ്ങിയിരിക്കുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. 5 തരം ഹെർബ്സ് ആണ്. അതിൽ ഒന്നാമത്തേതാണ് ബ്ലാക്ക് സീഡ്, കരിഞ്ചീരകം. രണ്ടാമത്തേതാണ് തുളസി. മൂന്നാമത് വരുന്നത് ആര്യവേപ്പ്, നീം. നാലാമത് വരുന്നതാണ് അലോവേര, കറ്റാർവാഴ. അഞ്ചാമത് വരുന്നതാണ് സ്പിയർമിന്റ്, അതായത് പുതിന. ഈ ഒരു 5 ഹെർബ്സ്, കാരണം നമുക്കറിയാം ഈ ഒരു 5 പച്ചമരുന്നുകളെ കുറിച്ചും കേൾക്കാത്ത മലയാളികൾ ഉണ്ടാവില്ല. കാരണം ഈ ഒരു 5 സാധനങ്ങളും നമുക്ക് അത്രയും ഓരോ തുളസി ആയാലും പുതിന ആയാലും ആര്യവേപ്പായാലും അലോവേര ആയാലും നമ്മൾ ഓരോ ആവശ്യങ്ങൾക്ക് നമ്മൾ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്ന മെഡിസിനൽ പ്ലാന്റ്സ് ആണ്. ഇനി ഇത് എന്തൊക്കെയാണ് നമ്മുടെ ശരീരത്തിൽ ചെയ്യുന്നത്, ഇത് എന്തൊക്കെയാണ് ഇതിന്റെ ഗുണങ്ങൾ എന്നുള്ളത് നമുക്ക് നോക്കാം. ആദ്യത്തെ വരുന്നതാണ് ബ്ലാക്ക് സീഡ്. ബ്ലാക്ക് സീഡ് എന്ന് പറയുന്നത് 3000 വർഷങ്ങളായിട്ട് നമുക്ക് മെഡിസിനൽ യൂസ് ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു പച്ചമരുന്നാണ്, അല്ലെങ്കിൽ ഒരു പ്രോഡക്റ്റ് ആണ് നമ്മുടെ കരിഞ്ചീരകം എന്ന് പറയുന്നത്. ഈ കരിഞ്ചീരകം കൊണ്ട് നമുക്ക് ഒരുപാട് മെഡിസിനൽ യൂസസ് നമുക്ക് ഇന്ന് കണ്ടുപിടിച്ചിട്ടുണ്ട്. വേദഗ്രന്ഥങ്ങളിൽ പറഞ്ഞിരിക്കുന്നത്, അതായത് ഖുറാനിലല്ല, ഇത് ഖുറാൻ എന്നാണ് എഴുതിയിരിക്കുന്നത്, ഖുറാനിലല്ല, ഞങ്ങളുടെ ഹദീസില്, ഞങ്ങളുടെ പ്രവാചക ചികിത്സാ രീതിയില് നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ളത് മരണമൊഴികെ എല്ലാ രോഗങ്ങൾക്കുമുള്ള റെമഡിയാണ്, അല്ലെങ്കിൽ ഒരു പരിഹാരമാണ് നമ്മുടെ കരിഞ്ചീരകം എന്നുള്ളതാണ്. കാരണം നമുക്ക് മരണം എന്ന് പറഞ്ഞാൽ മരണത്തിനെ തടുക്കാൻ നമുക്ക് ആർക്കും പറ്റില്ല. അപ്പൊ മരണം ഒഴികെ നമുക്ക് എന്ത് അസുഖങ്ങൾ ഉണ്ടെങ്കിലും നമുക്ക് കരിഞ്ചീരകം ഉപയോഗിച്ച് അതിനുള്ള ചികിത്സാ വിധികൾ ഉണ്ട് എന്നുള്ളതാണ് നമുക്ക് വേദഗ്രന്ഥങ്ങളിലൊക്കെ നമുക്ക് പഠിക്കാനുള്ളത്. ഇനി നമുക്ക് ഒരുപാട് റിസർച്ചുകൾ ഈ ഒരു ബ്ലാക്ക് സീഡിനെ കുറിച്ച്, കരിഞ്ചീരകത്തിനെ കുറിച്ചിട്ട് ഒരുപാട് റിസർച്ചുകൾ സയന്റിഫിക് ആയിട്ട് നടത്തിയിട്ടുണ്ട്. അതിന്റെ ഗുണങ്ങളെ കുറിച്ച്, അതിന്റെ ഫലമായിട്ട് കണ്ടുപിടിച്ചത് എന്താണെന്ന് വെച്ചാൽ ഇതൊരു ഹെർബൽ റെമഡി ആയിട്ടാണ്, ആയുർവേദ പരിഹാരമായിട്ടാണ് നമ്മുടെ ഈ ഒരു കരിഞ്ചീരകത്തിനെ മോഡേൺ മെഡിസിൻ അല്ലെങ്കിൽ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ പറഞ്ഞിരിക്കുന്നത്. ഇതൊരു ഹെർബൽ റെമഡി ആയിട്ടാണ് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ളത്. ഇനി ഇത് നമ്മുടെ എങ്ങനെയാണ് നമ്മുടെ ശരീരത്തിൽ പ്രവർത്തിക്കുന്നത് വെച്ചാൽ, നമ്മുടെ US FDA, അതായത് ഫുഡ് ആൻഡ് ഡയറ്ററി
ഫുഡ് ആൻഡ് ഡ്രഗ് അഡ്മിനിസ്ട്രേഷൻ പറഞ്ഞിരിക്കുന്നത്. ഫുഡ് ആൻഡ് ഡ്രഗ് അഡ്മിനിസ്ട്രേഷൻ പറഞ്ഞിരിക്കുന്നത് നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം സ്റ്റിമുലന്റ്, അതായത് നമ്മുടെ പ്രതിരോധ ശേഷിയെ ഉത്തേജിപ്പിക്കാനുള്ള പവർ. പ്രതിരോധ ശേഷിയെ നമുക്ക് എല്ലാവർക്കും സ്വാഭാവികമായിട്ടും നമ്മുടെ ശരീരത്തിൽ പ്രതിരോധ ശേഷി ഉണ്ട്. പക്ഷെ അത് നമ്മുടെ കാലാവസ്ഥയ്ക്ക് അനുസരിച്ച് അല്ലെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന മരുന്നുകളും കാര്യങ്ങളും അത് കുറഞ്ഞു വരും. അപ്പൊ നമ്മൾ ന്യൂട്രിചാർജ് S5-ലുള്ള കരിഞ്ജീരകത്തിന്റെ ഗുണഫലമായിട്ട് നമുക്ക് ഈ ഒരു കരിഞ്ജീരകം നമ്മുടെ ശരീരത്തിലേക്ക് ചെല്ലുമ്പോൾ നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിനെ ഉത്തേജിപ്പിക്കാൻ, പ്രതിരോധ ശേഷിയെ ഉത്തേജിപ്പിക്കാൻ നമുക്ക് സാധിക്കും എന്നുള്ളതാണ് US FDA ഫുഡ് ആൻഡ് ഡ്രഗ് അഡ്മിനിസ്ട്രേഷൻ നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ളത്. അതുപോലെ അടുത്ത വരുന്ന ബെനിഫിറ്റ് ആണ് കരിഞ്ജീരകത്തിന്റെ FDA പറഞ്ഞിട്ടുള്ളതാണ് നമുക്ക് പ്രായമാവുന്നതിനെ പതുക്കെയാക്കാൻ. കാരണം ഞാൻ നേരത്തെ പറഞ്ഞു, നമുക്ക് നമ്മുടെ ഇന്നത്തെ ഒരു കാലാവസ്ഥ അല്ലെങ്കിൽ നമ്മുടെ ഭക്ഷണ രീതി കാരണം നമുക്ക് ഏജിങ്, റിങ്കിൾസും കാര്യങ്ങളൊക്കെ കൂടുതൽ വരുന്ന ഒരു സാധ്യതയാണുള്ളത്. അപ്പൊ അതിനെ നമ്മുടെ പ്രായമാകുന്നതിനെ പതുക്കെയാക്കാൻ, സ്ലോയിങ് ഡൗൺ ചെയ്യാന് നമുക്ക് ഈ ഒരു കരിഞ്ജീരകം വളരെയധികം സഹായകരമാണ്. ഇനി നമ്മൾ റിസർച്ചുകൾ നോക്കിക്കഴിഞ്ഞാൽ, നമ്മൾ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കിക്കഴിഞ്ഞാല് 22 കോടിയിലധികം റിസൾട്ടുകളാണ് നമുക്ക് ഈ ഒരു ന്യൂട്രിചാർജ് കരിഞ്ജീരകത്തിനെ പറ്റിയിട്ട് നമുക്ക് ഗൂഗിളിൽ കാണാൻ കഴിയും. അതുപോലെ ഇനി നമ്മൾ എന്തുണ്ടെങ്കിലും നമ്മൾ യൂട്യൂബിൽ സെർച്ച് ചെയ്ത് നോക്കും, അല്ലെങ്കിൽ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കും. യൂട്യൂബിൽ നോക്കുകയാണെങ്കിൽ 4000 വീഡിയോസ് ആണ് കരിഞ്ജീരകത്തിനെ കുറിച്ചിട്ട്, അതിന്റെ ഗുണങ്ങളെ കുറിച്ചിട്ടും അതിന്റെ മെഡിസിനൽ ബെനിഫിറ്റിനെ കുറിച്ചിട്ടും നമുക്ക് കാണാൻ കഴിയുന്നത്. ഇനി എല്ലാവരും പറയുന്നത് നമുക്ക് ഈ ഒരു സയന്റിഫിക് റിസർച്ചും അതുപോലെ വീഡിയോസും എല്ലാ കാര്യങ്ങളും നമുക്ക് പറഞ്ഞു തരുന്നത് എന്താ വെച്ചാല്, ഇതൊരു അത്യുത്തമമായിട്ടുള്ള, അതായത് നമുക്ക് പെട്ടെന്ന് ഒരു റിസൾട്ട് തരുന്ന നല്ലൊരു യൂസ്ഫുൾ ആയിട്ടുള്ള മെഡിസിൻ ആണ് നമ്മുടെ ഈ ഒരു ബ്ലാക്ക് സീഡ് കരിഞ്ജീരകം എന്ന് പറയുന്നത്. അത്രയും ഗുണങ്ങളാണ് നമ്മുടെ കരിഞ്ജീരകത്തിന് ഉള്ളത്. ഒരു കരിഞ്ജീരകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മരണമൊഴികെ എല്ലാ രോഗങ്ങൾക്കും പരിഹാരമാവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അത്രയും റിസൾട്ട് ആണ് ഈ ഒരു കരിഞ്ജീരകത്തിന് വരുന്നത്. ഇനി ഈ കരിഞ്ജീരകം നമ്മുടെ ശരീരത്തിന്റെ ഓരോ ഭാഗങ്ങളെ എങ്ങനെയൊക്കെ സഹായിക്കും എന്നുള്ളത് നമുക്ക് നോക്കാം. ആദ്യത്തെയാണ് ഡൈജസ്റ്റീവ് സിസ്റ്റം. നമുക്കറിയാം, ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയൊരു, അതായത് നമുക്ക് ദഹനം നടന്നാലാണ് നമ്മുടെ എല്ലാ കാര്യങ്ങളും, നമ്മൾ കഴിക്കുന്ന ഭക്ഷണമായാലും നമ്മൾ കഴിക്കുന്ന മെഡിസിൻ ആയാലും എന്തും നമ്മുടെ ശരീരത്തിൽ പിടിക്കണമെങ്കിൽ നമ്മുടെ ദഹനം നന്നാവണം. ആ ദഹന പ്രക്രിയ എളുപ്പമാക്കാൻ നമ്മുടെ ഈ ഒരു കരിഞ്ജീരകം നമ്മളെ വളരെയധികം സഹായിക്കും. നമുക്ക് ദഹനം ശരിയല്ലാച്ചെങ്കിൽ നമുക്ക് ഏത് രോഗങ്ങളും പെട്ടെന്ന് പിടിപെടാനും, അല്ലെങ്കിൽ ഏത് രോഗങ്ങൾക്കും, എല്ലാ രോഗങ്ങൾക്കുള്ള വാതില് തുറന്നു കൊടുക്കുകയാണ് നമ്മുടെ ദഹനം ക്ലിയർ ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ വരുന്നത്. അപ്പൊ ഇനി നമ്മള് ഈ ഒരു നമ്മുടെ ന്യൂട്രിചാർജ് S5 കഴിച്ചു കഴിഞ്ഞാല് നമുക്ക് നന്നായി തികട്ടി വരിക, ഗ്യാസ് തികട്ടി വരിക, അതുപോലെ ചിലർക്ക് വയറിന് ഒരു വയറിളക്കം വരിക, അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ന്യൂട്രിചാർജ് S5 കഴിക്കുമ്പോൾ പറയുന്നവരുണ്ട്. പക്ഷെ ഈ ഒരു അപ്പൊ അവരെന്ത് ചെയ്യും, ആ ന്യൂട്രിചാർജ് S5 കഴിക്കുന്നത് നിർത്തും. അപ്പൊ ആ നിർത്തി കഴിഞ്ഞാൽ അത് മാറി എന്ന് പറയും. അപ്പൊ അതെന്താണ്, അവരുടെ ക്ലീനിങ് പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു, അവരെ ദഹനം ശരിയല്ലായിരുന്നു, അവരെ ഗട്ട് ക്ലിയർ അല്ലായിരുന്നു. അത് ക്ലിയർ ആയിക്കൊണ്ടിരിക്കുമ്പോഴാണ്, അല്ലെങ്കിൽ ആ ഒരു പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് നമുക്ക് ആ ഒരു പ്രശ്നങ്ങൾ വന്നിരുന്നത്. അത് തുടർച്ചയായി കഴിച്ചിരുന്നെങ്കിൽ, അല്ലെങ്കിൽ തുടർച്ചയായി നമ്മൾ നിർത്താതെ നമ്മൾ അത് കഴിച്ചാൽ നമ്മുടെ ആ ഡൈജസ്റ്റീവ് സിസ്റ്റം ക്ലിയർ ആവുകയും ചെയ്യും. നമുക്ക് നമ്മുടെ ശരീരത്തിലുള്ള ഒരുപാട് രോഗങ്ങൾ ഈ ഒരു ഡൈജസ്റ്റീവ് സിസ്റ്റം ക്ലിയർ ആവുന്നതോട് കൂടിയിട്ട് നമുക്ക് മാറ്റാനും സാധിക്കും. അതുപോലെ വരുന്നതാണ് റെസ്പിറേറ്ററി സിസ്റ്റം. നമ്മുടെ ശ്വസന പ്രക്രിയ എളുപ്പമാക്കുക. നമുക്ക് ഈ ഒരു ന്യൂട്രിചാർജ് S5 കൊറോണ കാലഘട്ടത്തിലാണ് നമുക്ക് ഈ ഒരു ന്യൂട്രിചാർജ് S5 ഇറങ്ങിയത്. ആ ഒരു സമയത്ത് ഒരുപാട് കൊറോണ പേഷ്യൻസിന് നമുക്ക് ഈ ഒരു ന്യൂട്രിചാർജ് S5 കൊടുത്തിട്ട് ശ്വാസം സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ മാറാൻ ഏറെ സഹായിച്ചിട്ടുണ്ട്. നമ്മുടെ ഈ ഒരു കരിഞ്ജീരകം അതിൽ അടങ്ങിയിരിക്കുന്നത് കൊണ്ട് തന്നെ ശ്വസനം എളുപ്പമാക്കാനും ശ്വസന സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകളെ മാറ്റാനും ഈ ഒരു കരിഞ്ജീരകം നമ്മളെ സഹായിക്കുന്നു.
അതുപോലെ വരുന്നതാണ് നമ്മുടെ കിഡ്നി. നമ്മുടെ ശരീരത്തിലെ ശുദ്ധീകരണ പ്രവർത്തനങ്ങളിൽ പ്രധാന പങ്ക് വഹിക്കുന്ന ഒരു അവയവമാണ് നമ്മുടെ കിഡ്നി എന്ന് പറയുന്നത്. ആ കിഡ്നിയെ സ്ട്രോങ് ആക്കാനും അല്ലെങ്കിൽ ശരീരത്തിനെ ശുദ്ധിയാക്കാൻ സഹായിക്കാനും കരിഞ്ജീരകം സഹായിക്കുന്നു. ഇനി അടുത്ത നമ്മുടെ ശരീരത്തിലെ ഏറ്റവും വലിയ ശുദ്ധീകരണ പ്രവർത്തനം നടത്തുന്ന ഒരു അവയവമാണ് ലിവർ. ലിവറിന്റെ ഫങ്ഷൻസിനെ അല്ലെങ്കിൽ ലിവറിന്റെ ശുദ്ധീകരണ പ്രവർത്തികളെ സഹായിക്കാനും ഈ ഒരു കരിഞ്ജീരകം സഹായിക്കുന്നു. അതുപോലെ നമ്മുടെ മെയിൻ ഒരു അവയവമാണ് ഹാർട്ട് എന്ന് പറയുന്നത്. ഈ എല്ലാ പ്രവർത്തനങ്ങളും ശരിയാവുമ്പോൾ നമ്മുടെ ഹാർട്ടും അതുപോലെ വൃത്തിയാവും. നമ്മുടെ ഹാർട്ടിനെ സംരക്ഷിക്കാനും കരിഞ്ജീരകം വളരെയധികം സഹായിക്കുന്നു. ഇനി ഇതൊക്കെ ഈ ഒരു എല്ലാ പ്രവർത്തനങ്ങളും നമ്മുടെ ശരിയായി വരുമ്പോൾ നമ്മുടെ ഡൈജസ്റ്റീവ് സിസ്റ്റം ആണെങ്കിലും നമ്മുടെ ശ്വസന പ്രക്രിയ ആണെങ്കിലും നമ്മുടെ ഹൃദയമാണെങ്കിലും എല്ലാം ശരിയായി വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ ഇമ്മ്യൂണിറ്റി അല്ലെങ്കിൽ പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാൻ ഈ ഒരു കരിഞ്ജീരകം നമ്മളെ വളരെയധികം സഹായിക്കുന്നു. ഇംപ്രൂവിങ് ഇമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇമ്മ്യൂണിറ്റിനെ എന്താ പറയുക ഉത്തേജിപ്പിക്കാൻ നമ്മുടെ കരിഞ്ജീരകം വളരെയധികം സഹായിക്കുന്നു. ഇനി നമുക്ക് നമ്മൾ ഈ ഒരു കാര്യങ്ങൾ കേട്ടപ്പോൾ നമ്മുടെ എല്ലാ ശരീര പ്രക്രിയകൾക്കും നമ്മുടെ കരിഞ്ജീരകം നമുക്ക് സഹായമാവും ആണ്. അപ്പോ ഈ ഒരു കരിഞ്ജീരകം മാത്രം മതി നമ്മളെല്ലാവരെയും ഹെൽത്തി ആക്കി നിർത്താൻ. ഈ ഒരു കരിഞ്ജീരകം മാത്രം മതി. എന്നാൽ പക്ഷെ ന്യൂട്രിചാർജ് S5 നമുക്ക് എപ്പോഴും ന്യൂട്രിചാർജ് നമുക്ക് എപ്പോഴും കൂടുതൽ തന്നിട്ടുള്ള ശീലം. നമുക്ക് ഏതൊരു പ്രൊഡക്റ്റ് എടുത്താലും നമുക്ക് അതില് കൂടുതൽ തന്നിട്ടുള്ള ഒരു ശീലമാണ് നമ്മുടെ ന്യൂട്രിചാർജിനുള്ളൂ. ഈ ഒരു കരിഞ്ജീരകം മാത്രം ഉണ്ടായാൽ തന്നെ നമ്മുടെ അസുഖങ്ങൾക്കൊക്കെ പരിഹാരമാണ്. പക്ഷെ അത് കൂടാതെ ഇനിയും 4 പച്ചമരുന്നുകൾ കൂടി നമ്മുടെ ന്യൂട്രിചാർജ് S5 അടങ്ങിയിട്ടുണ്ട്. അത് എന്തൊക്കെയാണ്, അതിന്റെ ഗുണങ്ങൾ എന്താണെന്നുള്ളത് നോക്കാം. നമുക്ക് നമ്മുടെ ഏറ്റവും വലിയ നല്ലൊരു മെഡിസിനൽ പ്ലാന്റ് ആണ് നമ്മുടെ തുളസി എന്ന് പറയുന്നത്. നമുക്ക് കരിഞ്ജീരകത്തിന് കൂടാണ്ട് കരിഞ്ജീരകത്തിന്റെ അതേ ഗുണങ്ങളുള്ള ഒരു നല്ലൊരു മെഡിസിനൽ പ്ലാന്റ് ആണ് തുളസി. ഈ തുളസി എന്ന് പറയുന്നത് 4 തരം തുളസിയാണ് ഇതിൽ അടങ്ങിയിട്ടിരിക്കുന്നത്. ഒരു തരം തുളസിയല്ല, 4 തരം തുളസിയാണ് അടങ്ങിയിട്ടുള്ളത്. ഒന്നാമത്തത് രാമതുളസി, 2 കൃഷ്ണ തുളസി, 3 കർപ്പൂര തുളസി, പിന്നെ കാട്ടു തുളസി. ഇങ്ങനെ 4 തരം തുളസിയാണ് ഈ ഒരു ന്യൂട്രിചാർജ് S5 അടങ്ങിയിരിക്കുന്നത്. ഈ ഒരു തുളസിയെ വിളിക്കുന്നത് ക്യൂൻ ഓഫ് ഹെർബ്സ് എന്നുള്ളതാണ് വിളിക്കുക. കാരണം ആയുർവേദത്തിന്റെ അല്ലെങ്കിൽ ഒരു മെഡിസിനൽ പ്ലാന്റ്സിന്റെ രാജ്ഞിയാണ് തുളസി എന്ന് പറയുന്നത്. കാരണം ഒരുപാട് ഗുണങ്ങളാണ് നമ്മുടെ ഈ ഒരു തുളസിക്ക് ഉള്ളത്. ഇനി ഇതൊരു ഡിവോഷണൽ ആയിട്ടുള്ള ഒരു പ്ലാന്റ് ആണ്. പൂജാതി കർമ്മങ്ങൾക്കും അതുപോലെ വീടിന്റെ മുറ്റത്തും ഒരു ഐശ്വര്യത്തിന് വേണ്ടിയിട്ട് ഹിന്ദുസിന്റെ ഇതിലൊക്കെ പൂജകൾക്ക് വേണ്ടി മെയിൻ ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു ഇലയാണ് അല്ലെങ്കിൽ ഒരു ചെടിയാണ് നമ്മുടെ തുളസി എന്ന് പറയുന്നത്. അതൊരു ശാന്തിയുടെ അല്ലെങ്കിൽ ഒരു പ്രതീകത്തിന്റെ ഒരു ക്വയറ്റ് ആയിട്ടുള്ള നമുക്ക് ഒരു ശാന്തിയുടെ പ്രതീകമായിട്ടാണ് നമ്മുടെ തുളസി എന്ന് പറയുന്ന പ്ലാന്റിനെ നമ്മളെല്ലാവരും കാണുന്നത്. അതുകൂടാണ്ട് നമുക്ക് ഇന്റേണൽ ആയിട്ട് കഴിച്ചാൽ ഒരുപാട് മെഡിസിനൽ യൂസസും നമുക്ക് തുളസി കൊണ്ട് കിട്ടുന്നുണ്ട്. ഈ ഒരു തുളസി കഴിച്ചു കഴിഞ്ഞാല് പറഞ്ഞു ഒരുപാട് മെഡിസിനൽ യൂസസ് അല്ലെങ്കിൽ നമുക്ക് ഒരുപാട് രോഗങ്ങൾക്ക് നമുക്ക് ഉപകാരപ്രദമാണ് തുളസി എന്നുള്ളത്. ഇനി മോഡേൺ സയൻസ്, കാരണം ഇംഗ്ലീഷ് മരുന്നുകളുടെ ഈ ഒരു കാലഘട്ടത്തില് മോഡേൺ സയൻസും കൂടിയും നമ്മുടെ തുളസിയുടെ ഗുണങ്ങളെ പറ്റിയിട്ട് അംഗീകരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. കാരണം തുളസിക്ക് അത്രയും മെഡിസിനൽ യൂസസ് ഉണ്ട് എന്നുള്ളതാണ് പറയുന്നത്. ഇനി തുളസി കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ഇതേപോലെ ജലദോഷം, കഫക്കെട്ട് അങ്ങനെ ഒരുപാട് രോഗങ്ങൾക്ക് നമുക്ക് മുക്തി നൽകാൻ തുളസി ഒരൊറ്റ പ്ലാന്റ് മതി. തുളസി നമുക്ക് അത്രയും നല്ലൊരു ബെനിഫിറ്റ്. അതും ഒരു തുളസിയല്ല, 4 തരം തുളസിയാണ് നമുക്ക് ന്യൂട്രിചാർജ് S5 അടങ്ങിയിരിക്കുന്നത്. അടുത്ത ഒരു വണ്ടർഫുൾ പ്രോഡക്റ്റ് ആണ് മൂന്നാമത് അടങ്ങിയിരിക്കുന്നത്. നമ്മുടെ ന്യൂട്രിചാർജ് S5 അടങ്ങിയിരിക്കുന്ന വണ്ടർഫുൾ പ്രോഡക്റ്റ് ആണ് നീം, ആര്യവേപ്പ്. ഇനി ആര്യവേപ്പിനെ കുറിച്ച് പറയുകയാണെങ്കിൽ 4000 വർഷങ്ങളായിട്ട് മെഡിസിനൽ യൂസസിന് ഉപയോഗിക്കുന്ന ഒരു ഇലയാണ് നമ്മുടെ ആര്യവേപ്പ് എന്ന് പറയുന്നത്. ആര്യവേപ്പ് ശരിക്കും നമ്മുടെ വീടിന്റെ മുറ്റത്ത് ആര്യവേപ്പ് നിൽക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ വീടിലേക്ക് നെഗറ്റീവ് എനർജി ഒന്നും പാസ് ചെയ്യില്ല എന്നുള്ളതാണ്. ഇപ്പോ നമ്മുടെ
പഴമക്കാരുടെ ഭാഷയിൽ പറഞ്ഞാൽ കണ്ണേര്, ഞങ്ങള് ഭാഷയിൽ പറഞ്ഞാൽ സിഹിർ എന്നൊക്കെ പറയും. അപ്പൊ കണ്ണേരിൽ നിന്നും അല്ലെങ്കിൽ നമ്മുടെ ദൃഷ്ടിദോഷങ്ങളിൽ നിന്നൊക്കെ രക്ഷ നേടാൻ നമ്മുടെ ആര്യവേപ്പ് നമ്മുടെ വീട്ടിലെ മരമായിട്ട് നമ്മുടെ വീട്ടിൽ ഇരിക്കുന്നുണ്ടെങ്കിൽ ഒരു നെഗറ്റീവ് എനർജി നമ്മുടെ വീട്ടിലേക്ക് പാസ് ചെയ്യില്ല എന്നുള്ള പറയുന്നത്. അത്രയും ഒരു സ്ട്രെങ്ത് ഉള്ള, അത്രയും ഒരു നല്ലൊരു ശക്തിയുള്ള ഒരു പ്ലാന്റ് ആണ് നമ്മുടെ നീം, ആര്യവേപ്പ് എന്നുള്ളത്. ഇനി ആര്യവേപ്പിനെ സംസ്കൃതത്തില് അരിഷ്ട് എന്നാണ് സംസ്കൃതത്തില് വിളിക്കുക. അരിഷ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മലയാളത്തില് അരിഷ്ടം എന്ന് പറയും. അതിന് ഒരുപാട് ഗുണങ്ങൾ. അരിഷ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പെർഫെക്റ്റ്, കംപ്ലീറ്റ്, ഇംപെരിഷബിൾ, ഇങ്ങനെ 3 വാക്കുകൾ കൊണ്ടാണ് അരിഷ്ട് എന്ന പദം പൂർത്തിയാവുന്നത്. പെർഫെക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തികഞ്ഞത്, കംപ്ലീറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൂർണ്ണതയിലെത്തിയത്, ഇംപെരിഷബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും നശിക്കാത്തത്. ഇങ്ങനെ 3 കാര്യങ്ങൾ, തികഞ്ഞതാണ്, പൂർണ്ണതയിലെത്തിയതാണ്, ഒരിക്കലും നശിക്കാത്തതാണ്. ഇത്രയും 3 കാര്യങ്ങൾ അടങ്ങിയതിനെയാണ് അരിഷ്ട എന്ന് പറയാ. ഈ ഒരു സംസ്കൃതത്തില് അതിനെ നമ്മുടെ ഈ ഒരു ആര്യവേപ്പിനെ വിളിക്കുന്നത് അരിഷ്ട എന്നാണ്. അപ്പൊ അത്രയും ഗുണങ്ങളാണ് മൊത്തത്തില് നമുക്ക് മെഡിസിനൽ ആയിട്ടും ഇന്റേണൽ ആയിട്ടും എക്സ്റ്റേണൽ ആയിട്ടും നമുക്ക് അത്രയും ഗുണങ്ങളാണ് ഈ ഒരു ആര്യവേപ്പിന് നമുക്ക് കിട്ടുന്നത്. ഇനി ഇത് നല്ലൊരു ആന്റിബയോട്ടിക് ആണ്. നമുക്കറിയാം, നമ്മൾ ഒരു രോഗം വന്നു കഴിഞ്ഞാൽ ഒരുപാട് ആന്റിബയോട്ടിക്കുകൾ, ഇംഗ്ലീഷ് മരുന്നുകൾ, കെമിക്കൽ അടങ്ങിയിട്ടുള്ള ഇംഗ്ലീഷ് മരുന്നുകൾ നമ്മൾ കഴിക്കും. പക്ഷെ ഇത് നമുക്ക് പ്രകൃതിയായിട്ട് നമുക്ക് ഒരുക്കി തന്നിട്ടുള്ള നല്ലൊരു ആന്റിബയോട്ടിക് ആണ് ആര്യവേപ്പ്. നമ്മൾ ആന്റിബയോട്ടിക് ഗുളിക കഴിക്കുന്നതിന് പകരമായിട്ട് നമുക്ക് നമ്മുടെ ആര്യവേപ്പ് ഉപയോഗിക്കാൻ പറ്റും. ഇനി ആന്റി ഡയബറ്റിക് പ്രോപ്പർട്ടീസ് ഉണ്ട്, അത് അടങ്ങിയിട്ടുണ്ട്. അതായത് ഷുഗർ വരുന്നതിനെ തടയാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു ആര്യവേപ്പ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ഇനി അടുത്ത വരുന്ന ഒരു പ്രോഡക്റ്റ് ആണ് നമ്മുടെ ന്യൂട്രിചാർജിലെസ് 5 അടങ്ങിയിരിക്കുന്നതാണ് അലോവേര. അലോവേര എന്ന് പറഞ്ഞ സൈലന്റ് ഹീലർ ആണ്. വലിയ ഒച്ചപ്പാടും ബഹളങ്ങളൊന്നും ഇല്ല. എന്നാ എന്താ തുളസി കഞ്ചീരം പറയുന്ന പോലെ അത്രയും വലിയ ഒരു പേര് കേട്ട ഒരു പ്രോഡക്റ്റ് അല്ലെങ്കിലും അലോവേരയ്ക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട്. അലോവേര നമുക്ക് ഇന്റേണലി നമുക്ക് അകത്തോട്ടും കഴിക്കാം, അതുപോലെ നമുക്ക് പുറത്തോട്ടും, അതായത് എക്സ്റ്റേണലി നമുക്ക് യൂസ് ചെയ്യാം, ഇന്റേണലി യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു മെഡിസിനൽ പ്ലാന്റ് ആണ് നമ്മുടെ അലോവേര എന്ന് പറയുന്നത്. ഒരുപാട് ഗുണങ്ങൾ, അതായത് ഇപ്പൊ പുറത്തോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സ്കിന്നിന് ഒരുപാട് ഗുണങ്ങൾ ഉണ്ടാക്കും. അതുപോലെ തന്നെ നമ്മൾ ഇന്റേണലി അകത്തോട്ട് കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിനെ വൃത്തിയാക്കാൻ വേണ്ടിയിട്ട് അലോവേര വളരെയധികം സഹായിക്കുന്ന ഒരു പ്രോഡക്റ്റ് ആണ്. ഇനി ഈ ഒരു ന്യൂട്രിചാർജ് 5 അലോവേര ഉണ്ട് എന്ന് പറയുന്നതിൽ നമുക്ക് അതിശയമൊന്നുമില്ല. കാരണം അത്രയും നല്ലൊരു മെഡിസിനൽ യൂസ് ആണ് അലോവേരയ്ക്ക് ഉള്ളത്. ഇനി അടുത്തത് വരുന്നതാണ് സ്പിയർമിന്റ്. സ്പിയർമിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പുതിന ഒരു അരോമാറ്റിക് പ്ലാന്റ് ആണ്. അതായത് സുഗന്ധം പരത്തുന്ന ചെടിയാണ്. നമ്മൾ നല്ല മണങ്ങൾക്കാണ്, അതായത് നമുക്ക് എപ്പോഴും എന്താ പറയാ ഓർമ്മയിൽ നിൽക്കുന്ന അല്ലെങ്കിൽ ഒരു പ്രത്യേക ഒരു ഫീൽ തരുന്ന ഒരു മണത്തിനെയാണ് നമ്മൾ അരോമാറ്റിക് എന്ന് പറയാ. അങ്ങനെ ഒരു ചെടിയാണ് നമ്മുടെ പുതിന എന്ന് പറയുന്നത്. നമുക്ക് ഭക്ഷണത്തിൽ ആയാലും അല്ലെങ്കിൽ നമ്മൾ വെറുതെ ഒരു ചായ ഉണ്ടാക്കിയാലും നമ്മളൊരു വെള്ളം കലക്കുകയാണെങ്കിലും എന്തിലും പുതിന ഇട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു സാധനത്തിന്റെ ലെവൽ ഒന്ന് വേറെയാണ്. നമുക്ക് നല്ലൊരു മണം അതുപോലെ നല്ലൊരു ഫീലും കിട്ടുന്ന ഒരു പ്ലാന്റ് ആണ് പുതിന എന്ന് പറയുന്നത്. ഈ ഒരു പുതിനയ്ക്ക് ഇനി ഒരുപാട് മെഡിസിനൽ യൂസസ് ഉണ്ട്. അത് നമ്മുടെ സ്റ്റൊമക്കിനെ നല്ല വൃത്തിയാക്കാൻ, നമ്മുടെ സ്റ്റൊമക്കിന്റെ ഹെൽത്ത് പക്കയാക്കി നിർത്താൻ വേണ്ടിയിട്ട് നമ്മളെ സഹായിക്കുന്നു. അതുപോലെ ഇത് ന്യൂട്രിചാർജ് S5 അടങ്ങിയിരിക്കുന്നത് കൊണ്ട് തന്നെ നമ്മുടെ ദഹനവും കാര്യങ്ങളൊക്കെ നന്നാക്കാൻ നമ്മളെ സഹായിക്കാൻ നമ്മുടെ ഈ ഒരു പുതിന സഹായിക്കുന്നു. ഇനി എന്താണ് നമുക്ക് ഇത് തരുന്നത്? ഇപ്പൊ ന്യൂട്രിചാർജ് S5 നമ്മൾ ഇത്രയും ഹെർബ്സ് അടങ്ങിയിട്ടുണ്ട് എന്ന് പറഞ്ഞു. ഈ ഒരു ന്യൂട്രിചാർജ് S5 കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിന് എന്തൊക്കെ ഗുണങ്ങളാണ് കിട്ടുന്നത് എന്നുള്ളതാണ് ഇനി നമ്മൾ പറയാൻ പോകുന്നത്. ഇറ്റ് ഈസ് ആൻ ആന്റി ഇൻഫ്ലമേറ്ററി. നമുക്ക് നീർക്കെട്ടുകൾ ഉണ്ടെങ്കിൽ അത് ഇന്റേണൽ, നമുക്ക് അകത്തുള്ളതായാലും പുറത്തുള്ളതായാലും ഉള്ള നീർക്കെട്ടുകളെ തടുക്കാൻ, നമുക്ക് പുറത്തുള്ളതൊക്കെ നമുക്ക് കാണാൻ പറ്റും, പക്ഷെ ഇന്റേണലി ഉള്ള നീർക്കെട്ടുകളൊന്നും നമുക്ക് കാണാൻ പറ്റില്ല.
ആ നീർക്കെട്ടുകളെ തടയാൻ വേണ്ടിയിട്ട് നമ്മുടെ ന്യൂട്രിചാർജ് S5 കഴിച്ചാൽ നമുക്ക് നല്ലതാണ്. അതുപോലെ വരുന്നതാണ് നമ്മുടെ സ്കിൻ റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസ്. നമുക്ക് മുഖക്കുരു, അതുപോലെ ബ്ലിസ്റ്റേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്കറിയാം, വെള്ളം നിറഞ്ഞ് വീർത്ത് പൊള്ളം പോലെ വരുന്ന മുഖത്ത് വരുന്ന വലിയ വലിയ കുരുക്കൾ ഉണ്ട്. നല്ല വേദന ഉണ്ടാവും ആ കുരുക്കള്. അങ്ങനെയുള്ള കുരുക്കള്, പിന്നെ നമ്മുടെ പിഗ്മെന്റേഷൻ, നമുക്ക് അതായത് സാധാ സ്കിൻ ടോണിൽ നിന്നും കളറ് കുറഞ്ഞു വരിക. നമുക്ക് ഏറ്റവും തീരെ സഹിക്കാൻ പറ്റാത്ത കാര്യമാണ് കളറ് കുറയുക എന്നുള്ളത്. അത് മുഖത്ത് അവിടെ ഇവിടെ ആയിട്ട് നമുക്ക് കറുത്ത പാടുകൾ വരുമ്പോൾ നമുക്കത് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമാണ്. അതിനാണ് നമുക്ക് പിഗ്മെന്റേഷൻ എന്ന് പറയുന്നത്. ആ പിഗ്മെന്റേഷനെ മാറ്റാൻ നമുക്ക് ന്യൂട്രിചാർജ് S5 സഹായിക്കും. ഇനി എക്സിമ അതൊക്കെ സ്കിൻ ഡിസീസ് ആണ്, സോറിയാസിസ്. ഇത്രയും സ്കിൻ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് ഏറ്റവും നല്ലൊരു പരിഹാരമാണ് നമ്മുടെ ന്യൂട്രിചാർജ് S5. ന്യൂട്രിചാർജ് S5 ഇങ്ങനെയുള്ള ഒരു സോറിയാസിസ് ആയാലും എക്സിമ ആയാലും മുഖക്കുരു അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ന്യൂട്രിചാർജ് S5 ആദ്യം നമ്മൾ കഴിക്കുക. ഇനി ഈ ഒരു സോറിയാസിസ്, എക്സിമ അങ്ങനെയുള്ള ഭാഗങ്ങൾ ഉണ്ടെങ്കിൽ ആ എഫക്റ്റഡ് ഏരിയാസിൽ മാത്രം നമ്മൾ നമ്മുടെ ന്യൂട്രിചാർജ് S5, അതുപോലെ ന്യൂട്രിചാർജ് വെച്ചമേഗ, മഞ്ഞൾപ്പൊടി, തവിടെണ്ണ ഇതൊക്കെ മിക്സ് ചെയ്തിട്ട് നമ്മുടെ എഫക്റ്റഡ് ആയിട്ടുള്ള ഏരിയകളിൽ തേക്കുക. തേച്ച് 3 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം നമ്മളത് സാധാ വെള്ളത്തിൽ കഴുകിക്കളയുക. അവിടെ സോപ്പോ അല്ലെങ്കിൽ വേറെ വല്ല കാര്യങ്ങളോ ഒന്നും ഇട്ടിട്ട് കഴുകേണ്ട ആവശ്യമില്ല. നമുക്ക് എവിടെയാണോ പറ്റിയിരിക്കുന്നത് ആ എഫക്റ്റഡ് ഏരിയാസിൽ മാത്രം നമ്മൾ ഇത് 3 കൂടി മഞ്ഞൾപ്പൊടി, ന്യൂട്രിചാർജ് S5, ന്യൂട്രിചാർജ് വെച്ചമേഗ, തവിടെണ്ണ, 4 കാര്യങ്ങൾ, ഈ 4 കാര്യങ്ങളും കൂടി മിക്സ് ചെയ്ത് 3 മണിക്കൂർ വെച്ചതിന് ശേഷം നമ്മൾ കഴുകിക്കളയാം. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് തുടർച്ചയായി അത് ചെയ്തുകൊണ്ടിരിക്കുക. നമുക്ക് നല്ലൊരു റിസൾട്ട് നമുക്ക് ഈ ഒരു സ്കിൻ പ്രശ്നങ്ങൾക്ക് നമുക്ക് കിട്ടും. ഇനി ഇത് എൻഹാൻസ് ഇമ്മ്യൂണിറ്റി, നമ്മുടെ ഇമ്മ്യൂണിറ്റിയെ വർദ്ധിപ്പിക്കാൻ നമുക്ക് ഈ ഒരു ന്യൂട്രിചാർജ് S5 നല്ലതാണ്. ഇതൊരു ആന്റി ഡയബറ്റിക് പ്രോപ്പർട്ടി ആണ്. കാരണം നമ്മുടെ ഷുഗർ വരുന്നതിനെ തടയാൻ, പ്രമേഹ രോഗത്തെ തടയാൻ, നമുക്ക് പ്രതിരോധിക്കാൻ ഈ ഒരു ന്യൂട്രിചാർജ് S5 സഹായിക്കും. അതുപോലെ തന്നെ നമുക്ക് വരുന്നതാണ് നമ്മുടെ ബ്ലഡിനെ പ്യൂരിഫൈ ചെയ്യുക, അതായത് നമ്മുടെ ബ്ലഡിനെ ശുദ്ധീകരിക്കുക. നമുക്കറിയാം, നമുക്ക് സ്കിൻ റിലേറ്റഡ് ആയിട്ടുള്ള ഓരോ പ്രശ്നങ്ങൾ വരുന്നത് നമ്മുടെ രക്തം ശുദ്ധിയല്ലാത്തത് കൊണ്ടാണ്. ആ രക്തത്തിനെ ശുദ്ധീകരിക്കാൻ നമുക്ക് ന്യൂട്രിചാർജ് S5 വളരെയധികം നമ്മളെ സഹായിക്കുന്നുണ്ട്. രക്തം ശുദ്ധിയായാൽ തന്നെ നമുക്ക് സ്കിൻ റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമാണ്. ഇനി അതുപോലെ തന്നെ നമ്മുടെ ഗ്യാസ്, നമുക്ക് ഏറ്റവും ബുദ്ധിമുട്ട് തരുന്നതാണ് നമുക്ക് ഗ്യാസ് സംബന്ധമായിട്ട് അല്ലെങ്കിൽ ദഹന സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ട് വരുന്നുണ്ടെങ്കിൽ. ഇനി നമ്മൾ ഓവർ ഫുഡ് കഴിച്ചു, നമുക്ക് വയറ് ടൈറ്റ് ആയി തോന്നുകയാണെങ്കിൽ നമുക്ക് ന്യൂട്രിചാർജ് S5 1 2 കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ടൈറ്റ്നെസ്സിനെ അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു വീർപ്പ് മുട്ടലിനെ മാറ്റാൻ വേണ്ടിയിട്ട് നമുക്ക് ന്യൂട്രിചാർജ് S5 കഴിക്കാവുന്നതാണ്. നിങ്ങൾ നോക്കുക, നമ്മുടെ കിഡ്നി, ലിവർ, ഹാർട്ട്, അതുപോലെ ജോയിന്റ്സ്, ബോൺസ്, ഇതിനൊക്കെ, അതായത് നമ്മുടെ ശരീരത്തിലെ ഓരോ അവയവങ്ങളെയും ഉത്തേജിപ്പിക്കാനും അല്ലെങ്കിൽ അതിനെ ശുദ്ധീകരിക്കാനും ന്യൂട്രിചാർജ് S5 കഴിക്കുകയാണെങ്കിൽ അത്രയും ബെനിഫിറ്റ് ആണ്. നമ്മുടെ എല്ലാ ശരീരഭാഗങ്ങൾക്കും ഒരുപോലെ ഉപയോഗപ്രദമായ ഒരു പ്രോഡക്റ്റ് ആണ് നമ്മുടെ ന്യൂട്രിചാർജ് S5. ഇനി ഇത് ആർക്കൊക്കെയാണ് ആവശ്യം, ആരൊക്കെയാണ് കഴിക്കേണ്ടത് എന്ന് നമുക്ക് നോക്കാം. ഇനി നമുക്കിത് കൊടുക്കാൻ പറ്റുന്നത് ആർക്കാണ്? നമുക്ക് നമ്മുടെ ആയുർവേദത്തിൽ വിശ്വസിക്കുന്ന ആർക്കും ഇത് ഉപയോഗിക്കാം. കാരണം ഇന്ന് കാരണം മോഡേൺ മെഡിസിൻ ഒക്കെ നമുക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതുകൊണ്ട് തന്നെ എല്ലാവരും തിരിച്ച് ആയുർവേദത്തിലേക്ക് വരുന്ന ഒരു കാലഘട്ടമാണ് ഇപ്പൊ വരുന്നത്. അപ്പൊ ഈ ഒരു ആയുർവേദത്തിൽ വിശ്വസിക്കുന്ന എല്ലാ വ്യക്തികൾക്കും നമുക്ക് ഇത് കൊടുക്കാം. അതുപോലെ തന്നെ പെട്ടെന്ന് റിസൾട്ട് ആഗ്രഹിക്കുന്ന വ്യക്തികൾക്ക് നമുക്ക് ന്യൂട്രിചാർജ് മറ്റുള്ള പ്രോഡക്റ്റുകൾ കൊടുത്തു കഴിഞ്ഞാൽ 1 2 3 മാസമൊക്കെ നമുക്ക് വെയിറ്റ് ചെയ്ത് നിൽക്കേണ്ടി വരും. അതുകൊണ്ട് തന്നെ ഈ ഒരു ന്യൂട്രിചാർജ് S5 കൊടുത്ത പെട്ടെന്ന് നമുക്ക് റിസൾട്ട് കിട്ടുന്ന ഒരു പ്രോഡക്റ്റ് ആണ് ന്യൂട്രിചാർജ് S5. ഇനി അടിക്കടി പനി വരുന്ന, ഇടയ്ക്കിടയ്ക്ക് വൈറൽ ഫീവർ, പനി, ജലദോഷം വരുന്ന ആളുകൾക്ക് നമുക്കൊരു പനിയുള്ള സമയത്തും നമുക്ക് ന്യൂട്രിചാർജ് S5 നമുക്ക് കഴിക്കാം. അത് 3 നേരം നമുക്ക് ഗുളികയായിട്ട്, 3 നേരം നമുക്ക് മെഡിസിൻ ആയിട്ട് കഴിക്കാനും ന്യൂട്രിചാർജ് S5 പറ്റും.
ഇനി സ്കിൻ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ, നമ്മുടെ സ്കിന്ന് ഡ്രൈ ആവുക, എല്ലാവർക്കും ഏറ്റവും കാരണം ഇന്റേണലി എന്താ അസുഖം ഉണ്ടെങ്കിലും നമ്മൾ അറിയില്ല, പക്ഷെ നമ്മൾ ശ്രദ്ധിക്കില്ല. പക്ഷെ മുഖത്ത് അല്ലെങ്കിൽ നമ്മുടെ സ്കിന്നിൽ വല്ല പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ എല്ലാവർക്കും വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമാണ്. അപ്പൊ നമ്മുടെ സ്കിന്നിൽ വരുന്ന ഡ്രൈനെസ്, അതുപോലെ കുരുക്കള്, വല്ല പാടുകൾ വരിക, അതിനൊക്കെ നമുക്ക് ന്യൂട്രിചാർജ് S5 അങ്ങനെയുള്ള ആളുകൾക്ക് നമുക്ക് ന്യൂട്രിചാർജ് S5 കൊടുക്കാം. മുഖക്കുരുള്ള കുട്ടികള്, അതുപോലെ വരുന്നതാണ് കൂടുതല് പ്രൊഫഷണൽ മേക്കപ്പ് യൂസ് ചെയ്ത്, അതായത് നമുക്കറിയാം എയർ ഹോസ്റ്റസ്, അതുപോലെ സിനിമയില് അഭിനയിക്കുന്നവര്, റിസപ്ഷനിസ്റ്റ്, അങ്ങനെയുള്ളവരൊക്കെ കലാകാരന്മാരൊക്കെ കൂടുതൽ ഫുൾ ടൈം മേക്കപ്പ്, ഡെയിലി മേക്കപ്പ് യൂസ് ചെയ്യുന്ന ആളുകളാണ്. ഇപ്പൊ വരുന്നതൊക്കെ രാവിലെ ഇട്ടാൽ വൈകുന്നേരം വരെ നിൽക്കുന്ന, അതായത് നമുക്ക് വാട്ടർ പ്രൂഫ് ആയിട്ടുള്ള മേക്കപ്പും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. ഇതൊക്കെ കെമിക്കൽ, കാരണം രാവിലെ തൊട്ട് വൈകുന്നേരം വരെ അത് നിൽക്കണം എന്നുണ്ടെങ്കിൽ അതിൽ കെമിക്കൽ കണ്ടന്റ് ഇല്ലാണ്ട് അത് നിൽക്കില്ല. കാരണം നമ്മൾ വേർക്കണത് പോലും, നമ്മുടെ മുഖത്ത് വേർപ്പ് പോലും വരില്ല നമ്മൾ മേക്കപ്പ് ഇട്ട് കഴിഞ്ഞാല്. അപ്പൊ അത്രയും നമ്മുടെ സ്കിന്നിനെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന സാധനങ്ങളാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പൊ ഡെയിലി യൂസ് ചെയ്യുമ്പോൾ സ്കിന്നിന് എന്തായാലും ഡാമേജസ് വരാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പൊ അങ്ങനെയുള്ള വ്യക്തികളെ കാണുമ്പോൾ നമുക്ക് ഈ ഒരു ന്യൂട്രിചാർജ് അവർക്ക് സജസ്റ്റ് ചെയ്യാം. അവർക്ക് ഡെയിലി ഒരെണ്ണം കഴിക്കാൻ പറയാം. അതുപോലെ തന്നെ രാത്രി അവരുടെ മേക്കപ്പ് ഒക്കെ റിമൂവ് ചെയ്തതിനു ശേഷം നമ്മുടെ ന്യൂട്രിചാർജ് S5 ഡയലൂട്ട് ചെയ്തിട്ട് റൈസ് ബ്രാൻ ഓയിലോ അതല്ലെങ്കിൽ നല്ല ശുദ്ധമായ വെളിച്ചെണ്ണ, എല്ലാവരും ചിലപ്പോ എന്താ പറയുക, എല്ലാതും കയ്യിലുണ്ടായെന്ന് വരില്ല. അപ്പൊ നമുക്ക് ശുദ്ധമായ വെളിച്ചെണ്ണയിലോ, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ നല്ലത് നമ്മുടെ റൈസ് ബ്രാൻ ഓയിൽ, നമ്മുടെ തവിടെണ്ണയിൽ ഉപയോഗിക്കുകയാണ്. കാരണം അതിൽ വൈറ്റമിൻ ഇയും കൂടി ഉള്ളത് കൊണ്ട് നമ്മുടെ ന്യൂട്രിചാർജ് S5ഉം തവിടെണ്ണയും കൂടി മിക്സ് ചെയ്ത് ഡയലൂട്ട് ചെയ്തിട്ട് വേണം നമ്മൾ തേക്കാൻ വേണ്ടിയിട്ട്. ഡയറക്റ്റ് മുഖത്ത് ന്യൂട്രിചാർജ് S5 അപ്ലൈ ചെയ്യാൻ പാടില്ല. ഡയലൂട്ട് ചെയ്തിട്ട് നമ്മൾ തേക്കുകയാണെങ്കിൽ നമ്മുടെ സ്കിന്നിന്റെ സംബന്ധമായിട്ട്, അല്ലെങ്കിൽ ഈ ഒരു കെമിക്കൽസ് യൂസ് ചെയ്യുന്നതിന്റെ ബുദ്ധിമുട്ടുകളൊക്കെ നമുക്ക് മാറി കിട്ടും നമുക്ക്. ഇനി ആയുർവേദ ഡോക്ടേഴ്സിനെ നമ്മൾക്ക് കാണാൻ, കാരണം ഈ ഒരു 5 ഹെർബ്സും ആയുർവേദത്തിൽ പറഞ്ഞിട്ടുള്ള മെഡിസിൻസ് ആണ് നമുക്ക് ഈ ഒരു ന്യൂട്രിചാർജ് S5 ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് ആയുർവേദ ഡോക്ടർമാരുണ്ടെങ്കിൽ അവർക്ക് കൊടുക്കാം. അതുപോലെ സ്പാ ആൻഡ് ബ്യൂട്ടി പാർലർ, അവിടൊക്കെ നമുക്ക് കൊടുക്കാം. കാരണം എന്താന്ന് വെച്ചാല് ഇപ്പൊ ഒരു ഫേഷ്യൽ ചെയ്യുകയാണെങ്കിൽ ആ ഫേഷ്യല് നമുക്ക് പാക്ക് ഇടും. ആ പാക്ക് ഇടുമ്പോൾ ആ പാക്കിൽ നമ്മുടെ ന്യൂട്രിചാർജ് S5 പൊട്ടിച്ചൊഴിക്കുകയാണെങ്കിൽ നമുക്ക് സ്കിന്നിന് ഇരട്ടി ബെനിഫിറ്റ് ആണ് നമുക്ക് കിട്ടുക. അപ്പൊ നമ്മുടെ അടുത്തൊക്കെ ബ്യൂട്ടി പാർലേഴ്സ് ഉണ്ട് വെച്ചെങ്കിൽ അവിടെ പോയി അവർക്ക് നമ്മുടെ ന്യൂട്രിചാർജ് S5ന്റെ ഗുണങ്ങൾ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാല് അവർക്ക് നമുക്കിത് കൊടുക്കാൻ സാധിക്കും. പിന്നെ ഇനി ഈ ഒരു ഇംഗ്ലീഷ് മരുന്നുകളൊക്കെ കഴിച്ചിട്ട് സൈഡ് എഫക്റ്റ് ആയിട്ട് ഇരിക്കുന്ന വ്യക്തികളുണ്ട് വെച്ചെങ്കിൽ അവർക്ക് ഈ ഒരു അതിന്റെ സൈഡ് എഫക്ട് അതായത് നമ്മുടെ ശരീരം ശുദ്ധിയാക്കുക എന്നുള്ള പ്രക്രിയയാണ് ന്യൂട്രിചാർജ് S5 ചെയ്യുന്നത്. അപ്പൊ അതിനെ അവർക്കും ഒരു സൈഡ് എഫക്റ്റ് ഒക്കെ ആയിട്ട് ഇരിക്കുന്നവരുണ്ടെങ്കിൽ അവർക്കും നമ്മുടെ ന്യൂട്രിചാർജ് S5 നമുക്ക് സജസ്റ്റ് ചെയ്യാം. അതുപോലെ ഇടയ്ക്കിടയ്ക്ക് അസുഖങ്ങൾ വരിക, അതായത് അപ്പുറത്ത് കൂടെ പോയാൽ മതി അസുഖം കിട്ടുമെന്ന് നമുക്ക് പറയില്ലേ, അങ്ങനെയുള്ളവർക്ക് നമുക്ക് ഈ ഒരു ന്യൂട്രിചാർജ് S5 സജസ്റ്റ് ചെയ്യാം. പിന്നെ ഏതൊരു പ്രായത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരോഗ്യവാന്മാരായിട്ട് ഇരിക്കാൻ ആഗ്രഹിക്കുന്ന വ്യക്തികൾ ഉണ്ടാവും. നമ്മൾ ഒരുപാട് പേര് രാവിലെ ഓടാനും അവരുടെ ഹെൽത്തിന് വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്ന വ്യക്തികൾ ഉണ്ടാവും. അവർക്ക് നമുക്ക് ഈ ഒരു ന്യൂട്രിചാർജ് S5 സജസ്റ്റ് ചെയ്യാം. ഏതൊരു പ്രായത്തിലുള്ളവർക്കും ഏതൊരു വ്യക്തികൾക്കും നമുക്ക് അസുഖങ്ങളില്ലാത്തൊരു ജീവിതം ജീവിക്കാൻ ആഗ്രഹിക്കുന്ന വ്യക്തികൾ ഉണ്ടാവും. അവർക്ക് നമുക്ക് നമ്മുടെ ന്യൂട്രിചാർജ് S5 സജസ്റ്റ് ചെയ്യാം. എന്ത് പറഞ്ഞിട്ടാണ് നമുക്ക് ഇത് കൊടുക്കേണ്ടത് എന്നുള്ളതാണ്. ഇതൊരു ഒറ്റമൂലിയാണ്. നമുക്കറിയാം, ഇതിപ്പോ നമ്മൾ ഒരുപാട് അസുഖങ്ങളെ കുറിച്ചിട്ടും ഒരുപാട് കാര്യങ്ങളെ കുറിച്ചിട്ടും നമ്മൾ കണ്ടു. അപ്പൊ അതിൽ പറഞ്ഞിരിക്കുന്നത് ഇത് എല്ലാ രോഗങ്ങൾക്കും നമുക്ക് ഈ ഒരു ന്യൂട്രിചാർജ് S5 കഴിച്ചാൽ മതി. അപ്പൊ ഇതൊരു ഒറ്റമൂലിയായിട്ടാണ് നമ്മൾ കണക്കാക്കപ്പെടുന്നത്. അതുപോലെ തന്നെ നമുക്ക് പെട്ടെന്ന് റിസൾട്ട് കിട്ടാൻ പറ്റുന്ന ഒരു പ്രോഡക്റ്റ് ആണ് നമ്മുടെ ന്യൂട്രിചാർജ് S5. ഇത് ഹെർബൽ പ്രോഡക്റ്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് യാതൊരു സൈഡ് എഫക്റ്റും വരാനുള്ള ചാൻസസ് ഇല്ല. അതുകൊണ്ട് ധൈര്യമായിട്ട് നമുക്ക്
കഴിക്കാം. ഇനി ന്യൂട്രിചാർജ് S5 സയന്റിഫിക്കലി നമുക്ക് റിസർച്ച് നടത്തിയിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ഓരോ കണ്ടന്റും ഇത്ര ഒരു മനുഷ്യന് വേണം എന്നുള്ള രീതിക്ക് നമുക്ക് ഓരോ കണ്ടന്റും അതിനനുസരിച്ച് നല്ല റിസർച്ചുകളോട് കൂടിയിട്ട് തന്നെ വന്നിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ് ന്യൂട്രിചാർജ് S5. അത് ഞാൻ നേരത്തെ പറഞ്ഞു, ഓരോ കണ്ടന്റും അത് കറക്റ്റായ രീതിയിൽ ഓരോ മനുഷ്യന് ആവശ്യമായിട്ടുള്ള രീതിയിലാണ് നമ്മുടെ ന്യൂട്രിചാർജ് S5 കൊടുത്തിരിക്കുന്നത്. അളവിലാണ് അത് കൊടുത്തിരിക്കുന്നത്. ഇനി ഇത് എപ്പോ കഴിക്കാം, എങ്ങനെ കഴിക്കാം എന്നുള്ളതാണ്. നമുക്ക് കമ്പനി പറയുന്നത് നമുക്ക് ഉച്ചയ്ക്ക്, അതായത് ഫുഡ് ഉച്ചയ്ക്ക് നമ്മുടെ ലഞ്ച് കഴിഞ്ഞതിന് ശേഷം ഉടനടി നമുക്ക് ഒരു ഗ്ലാസ് വെള്ളത്തില് നമ്മുടെ ന്യൂട്രിചാർജ് S5 കഴിക്കുക എന്നുള്ളതാണ്. ഇത് കൂടുതൽ കഴിക്കാം, അതിനെ കുറിച്ചിട്ട് നമുക്ക് വരുന്ന സ്ലൈഡിൽ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പറഞ്ഞു. ഏതൊക്കെ പ്രായത്തില് നമുക്ക് കഴിക്കാം എന്നുള്ളതാണ് ന്യൂട്രിചാർജ് S5. കമ്പനി പറയുന്നത് 18 വയസ്സിന് മുകളിലുള്ള എല്ലാവർക്കും കഴിക്കാം എന്നുള്ളത്. പക്ഷെ 14 വയസ്സിനുള്ള മുകളിലുള്ള എല്ലാവർക്കും കറക്റ്റ് ആയിട്ട് നമ്മുടെ ന്യൂട്രിചാർജ് S5 കഴിക്കുന്നുണ്ട്, യാതൊരു കുഴപ്പമില്ല. എന്റെ മോന് 8 വയസ്സാണ്. 8 വയസ്സുള്ള അവന് ഞാന് 2 വർഷമായിട്ട് നമ്മുടെ ന്യൂട്രിചാർജ് S5 എന്ത് പനിയായാലും ജലദോഷമായാലും കഫക്കെട്ടായാലും ഞാൻ കൊടുക്കുന്നുണ്ട്. കാരണം എന്താ വെച്ചെങ്കിൽ നമ്മുടെ ഈ 5 പച്ചമരുന്നുകളും നമ്മുടെ ശരീരത്തിന് യാതൊരു ദോഷങ്ങളും വരുത്തില്ല എന്നുള്ള ഒരു ധൈര്യമുള്ളത് കൊണ്ടാണ് ഞാനത് ന്യൂട്രിചാർജ് S5 എന്റെ കുഞ്ഞിന് ഞാൻ കൊടുക്കുന്നുണ്ട്. അതുപോലെ അത് നമ്മളൊരു പാരസെറ്റമോൾ അല്ലെങ്കിൽ ഒരു പെനഡോൾ ഒക്കെ നമ്മൾ കൊടുക്കുമ്പോൾ അതില് 650 mg അല്ലെങ്കിൽ 500 mg ഒക്കെ പാരസെറ്റമോൾ കൊടുക്കുമ്പോൾ അതിലടങ്ങിയിരിക്കുന്ന അത്രയും ഒരു പ്രശ്നങ്ങളൊന്നും നമ്മുടെ ന്യൂട്രിചാർജ് S5 ഇല്ല. അതുകൊണ്ട് തന്നെ ഞാൻ ധൈര്യമായിട്ട് കൊടുക്കാറുണ്ട്. ഇനി നമുക്ക് 10 വയസ്സിനുള്ള താഴെ ഉള്ള കുട്ടികൾക്ക് ഡയറക്റ്റ് ആയിട്ട് കൊടുക്കാൻ നമുക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഒരു ന്യൂട്രിചാർജ് S5 പൊട്ടിച്ച് നമ്മൾ ഒരു ഗ്ലാസ് വെള്ളത്തിൽ ഒഴിക്കുക. നമ്മൾ അത് മിക്സ് ചെയ്തതിന് ശേഷം പകുതി നമ്മൾ കുടിക്കുക, പകുതി കുട്ടികൾക്ക് കൊടുത്തു കഴിഞ്ഞാല് അവർക്ക് സ്ഥിരമായിട്ട് വരുന്ന ജലദോഷം, കഫക്കെട്ട് ബുദ്ധിമുട്ടുകളൊക്കെ മാറ്റാന് നമുക്ക് ന്യൂട്രിചാർജ് S5 കൊണ്ട് നമ്മുടെ കുഞ്ഞുങ്ങൾക്കും സംരക്ഷണം നൽകാൻ നമ്മുടെ ന്യൂട്രിചാർജ് S5 കൊടുക്കാൻ പറ്റും. ഇനി യൂഷ്വലി ഒരു ക്യാപ്സൂൾ, ഞാൻ നേരത്തെ പറഞ്ഞു, ഒരു ക്യാപ്സൂൾ ആണ് ഡെയിലി നമ്മൾ കഴിക്കേണ്ടത്. പക്ഷെ നമുക്ക് ഇമ്മീഡിയറ്റ് നമുക്ക് എന്തെങ്കിലും സീരിയസ് ഇഷ്യൂസ് ഉണ്ടെങ്കിൽ, നമുക്കിപ്പോ ഒരു പനി, ജലദോഷം, കഫക്കെട്ടൊക്കെ വരികയാണെങ്കിൽ നമുക്ക് 2 എണ്ണം കഴിക്കാം, അല്ലെങ്കിൽ അത് 3 നേരം വേണമെങ്കിൽ നമുക്ക് കഴിക്കാം. നല്ല ശക്തമായ ഒരു പനി വരുന്ന സമയമാണെങ്കിൽ, പനിയുള്ള സമയമാണെങ്കിൽ നമുക്കത് 2 എണ്ണം ഒരു സമയം 2 എണ്ണം വീതം നമുക്ക് കഴിക്കാം. ഞാൻ അങ്ങനെ കഴിച്ചിട്ടുള്ള വ്യക്തി ആയതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് ധൈര്യമായിട്ട് പറയുന്നത്. 2 എണ്ണം കഴിച്ചാലും നമുക്ക് യാതൊരു പ്രശ്നവും ഉണ്ടാവില്ല. നമുക്ക് അത്രയും റിസൾട്ട് ആണ് ഒരു ന്യൂട്രിചാർജ് S5 കഴിച്ചാല് കിട്ടുക. ഇനി ന്യൂട്രിചാർജ് S5 എന്തൊക്കെ അളവിലാണ് നമ്മുടെ ഈ ഓരോ പ്രോഡക്റ്റുകൾ അല്ലെങ്കിൽ നമ്മുടെ കരിഞ്ജീരകമായാലും അടങ്ങിയിരിക്കുന്നത് നോക്കാം. നമ്മുടെ ബ്ലാക്ക് സീഡ് ഓയിൽ, കരിഞ്ജീരകത്തിന്റെ ഓയിൽ 200 mg ആണ് അടങ്ങിയിട്ടുള്ളത്. 4 തരം തുളസി 150 mg അടങ്ങിയിട്ടുണ്ട്. ഇനി ആര്യവേപ്പ് 100 mg അടങ്ങിയിട്ടുണ്ട്. 100 mg എന്ന് പറഞ്ഞു കഴിഞ്ഞാല് 100 ഇല നമ്മൾ കഴിക്കുന്നതിന് തുല്യമാണ്. ആര്യവേപ്പിന്റെ ഇല 100 ഇല കഴിക്കുന്നതിന് തുല്യമാണ് 100 mg എക്സ്ട്രാക്ട് അതിലുണ്ട് എന്ന് പറയുന്നത്. ഒരു 5 ഇല കഴിച്ചാൽ തന്നെ നമ്മുടെ കുടലും കാര്യങ്ങളൊക്കെ അത്രയും നമുക്ക് നമ്മുടെ ശരീരത്തിന് അത്രയും നല്ലതാണ് ഒരു 5 ഇല ഡെയിലി കഴിക്കുന്നത് എന്നുള്ളതാണ് പറയുന്നത്. അപ്പൊ ന്യൂട്രിചാർജ് S5 100 mg ഉണ്ടെന്ന് പറഞ്ഞാൽ 100 ഇല കഴിക്കുന്നതിന് തുല്യമാണ്. അപ്പൊ നമ്മുടെ ശരീരത്തിലെ നമ്മുടെ കുടലുകളെയും കാര്യങ്ങളൊക്കെ വൃത്തിയാക്കി എടുക്കാൻ നമ്മുടെ ഈ ഒരു ന്യൂട്രിചാർജ് S5 ഒരെണ്ണം ഡെയിലി കഴിക്കുമ്പോൾ നമുക്ക് പറ്റും. അപ്പൊ അത്രയും ആര്യവേപ്പിന്റെ സത്ത് അതിൽ അടങ്ങിയിരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അലോവേര എക്സ്ട്രാക്ട് 25 mg ആണ് അടങ്ങിയിട്ടുള്ളത്. അതായത് ഒരു 5 ഗ്രാം അലോവേര കഴിക്കുന്നതിന് തുല്യമാണ് 25 mg എക്സ്ട്രാക്ട് കഴിക്കുന്നത്. അപ്പൊ അത്രയും നമ്മുടെ ദഹന പ്രക്രിയ ആയാലും നമ്മുടെ സ്കിന്നിനായാലും നമുക്ക് അത്രയും ബെനിഫിറ്റ് ആണ് ഈ ഒരു S5 നമുക്ക് കിട്ടുന്നത്. പിന്നെ സ്പിയർമിന്റ്, പുതിന അടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് കമ്പാരിസൺ ആണ്. ഒരുപാട് പ്രോഡക്റ്റുകളായിട്ട് നമുക്ക് മാർക്കറ്റിൽ ഒരുപാട് പ്രോഡക്റ്റുകൾ ഇങ്ങനെ ആയുർവേദ പ്രോഡക്റ്റുകൾ കിട്ടാനുണ്ട്. അപ്പൊ എന്താണ് നമ്മുടെ ന്യൂട്രിചാർജ് S5 അതിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഉള്ളത് എന്നുള്ളത്
നമുക്ക് നോക്കാം. ഇപ്പൊ ഇതൊരു ന്യൂട്രാലൈറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കമ്പനിയുടെ പ്രോഡക്റ്റ് ആണ്. ഇതില് തുളസി എന്ന് പറഞ്ഞാൽ ഒരു തരം തുളസി, നമ്മുടെ കയ്യിൽ 4 തരം തുളസിയാണ്. ഇതിൽ മെയിൻ കണ്ടന്റ് തുളസി എന്നുള്ളതാണ് കാണിച്ചിരിക്കുന്നത്. ഒരു തരം തുളസി മാത്രമേ ഇതില് അടങ്ങിയിട്ടുള്ളൂ. ഇനി അടുത്തത് വരുന്നതാണ് ശ്രീ തുളസി. ഇതില് 3 തരം തുളസി അടങ്ങിയിട്ടുണ്ട്. പക്ഷെ തുളസിയുടെ അളവ് എന്ന് പറയുന്നത് 22.8 mg ആണ്. നമ്മുടെ 150ഓളം mg ആണ് നമ്മുടെ ഈ ഒരു ന്യൂട്രിചാർജ് S5 തുളസിയുടെ അളവുള്ളത്. ഇത് 3 തരം തുളസി ഉണ്ട്, പക്ഷെ തുളസിയുടെ അളവ് കുറവാണ്. ഇനി അത് ജോളി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കമ്പനിയാണ്. ഇതിലും 28.8 mg ആണ് തുളസി അടങ്ങിയിട്ടുള്ളൂ. 3 തരം തുളസി ഇതില് ഉള്ളൂ. ഇനി നീം എന്ന് പറഞ്ഞിട്ടുള്ള ആര്യവേപ്പിന്റെ ഒരു ടാബ്ലറ്റ് ആണ്. ഇതില് നീം എക്സ്ട്രാക്ട് മാത്രമേ അടങ്ങിയിട്ടുള്ളൂ. വേറൊരു എക്സ്ട്രാ ഒന്നും അവര് ആഡ് ചെയ്തിട്ടില്ല. വെസ്റ്റീജ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഡയറക്റ്റ് മാർക്കറ്റിംഗിന്റെ തന്നെയാണ്. അതില് അലോവേര മാത്രം, ഇതില് അലോവേര എന്ന് എഴുതിയിട്ടുണ്ട്, അലോവേര ക്യാപ്സൂൾ എന്ന് എഴുതിയിട്ടുണ്ട്. അവര് അലോവേര മാത്രമേ ആഡ് ചെയ്തിട്ടുള്ളൂ. എക്സ്ട്രാ ഒന്നും അവര് അതില് ആഡ് ചെയ്തിട്ടില്ല. നമ്മുടെ ന്യൂട്രിചാർജ് S5 കഴിക്കുന്നതിനുള്ള കമ്പാരിസൺ ആണ് നമ്മൾ നോക്കുന്നത്. അത്രയും വ്യത്യാസമാണ്. കാരണം എന്തുകൊണ്ട് നമ്മളത് തെരഞ്ഞെടുക്കണം എന്നുള്ളത്, ഹെർബാലൈഫ് ഏറ്റവും കൂടുതൽ ഇപ്പൊ ഇങ്ങനെ പച്ചമരുന്നുകൾ അല്ലെങ്കിൽ ആയുർവേദിക് ആണ് എന്ന് പറയുന്ന ഒരു കമ്പനിയാണ് ഹെർബാലൈഫ്. ഒരുപാട് പേര് യൂസ് ചെയ്യുന്നത്. അപ്പൊ അതിൽ അടങ്ങിയിരിക്കുന്നത് അലോവേര മാത്രമാണ് അടങ്ങിയിട്ടുള്ളൂ. ഇനി തുളസി ഇപ്പൊ നേരത്തെ കണ്ട കമ്പനികളില് ജോളി എന്ന് പറഞ്ഞാല് 28.8 mg വരുന്നുള്ളൂ തുളസി. ശ്രീ തുളസിയിൽ 22.8 mg തുളസി വരുന്നുള്ളൂ. നമ്മുടെ ന്യൂട്രിചാർജ് S5 150 mg ആണ് തുളസി വരുന്നത്. ഇനി അതിലൊന്നും കരിഞ്ജീരകം ഇല്ല. ബട്ട് നമ്മുടെ ന്യൂട്രിചാർജ് S5 200 mg കരിഞ്ജീരകം അടങ്ങിയിരിക്കുന്നുണ്ട്. ഇനി അതിന്റെ വില എന്ന് പറയുന്നത് നമുക്ക് 550 രൂപയാണ് നമ്മുടെ S5ന്റെ MRP. 440 ആണ് അതിന്റെ DP. PV വരുന്നത് 330 ആണ്. നല്ലൊരു പർച്ചേസ് വോളിയം ഉണ്ട്. അതുപോലെ നല്ലൊരു റീറ്റെയിൽ ബെനിഫിറ്റും നമുക്ക് കിട്ടും. അതുപോലെ നമുക്ക് നമ്മുടെ ആളുകൾക്ക് ഒരുപാട് രോഗങ്ങൾക്ക് ഒരു പരിഹാരം, മറ്റുള്ളവരെ സഹായിക്കാനും നമുക്ക് ഈ ഒരു ന്യൂട്രിചാർജ് S5 കൊടുക്കുന്നതിലൂടെ നമുക്ക് കിട്ടും. ഇനി അത് കൂടാണ്ട് ഒരുപാട് ബെനിഫിറ്റ്സ്. ഇനി ന്യൂട്രിചാർജ് S5 ഇത് പറഞ്ഞത് കൂടാതെ തന്നെ നമുക്കൊരു തൊണ്ടവേദന, ജലദോഷം, പനിയൊക്കെ വരികയാണെങ്കിൽ ഒരു ഗ്ലാസ് ചൂടുവെള്ളം എടുത്തിട്ട് അതില് ലൈറ്റ് ചൂടുവെള്ളം, നമുക്ക് പറ്റുന്ന ചൂടുവെള്ളം എടുത്തിട്ട് അതില് ന്യൂട്രിചാർജ് S5 പൊട്ടിച്ചൊഴിക്കുക. അതുപോലെ മഞ്ഞൾപ്പൊടിയും ഇട്ടിട്ട് നമ്മൾ ഗാർഗിൾ ചെയ്ത് കഴിഞ്ഞാല് നമുക്ക് ജലദോഷം ഇൻസ്റ്റന്റ് ആയിട്ട് നമ്മുടെ സൗണ്ട് പോവുക, അതുപോലെ തൊണ്ടവേദന എടുത്ത് നമുക്ക് ബുദ്ധിമുട്ട് ആയിരിക്കുക, അങ്ങനെയുള്ള പ്രശ്നങ്ങൾക്കൊക്കെ നമ്മുടെ ന്യൂട്രിചാർജ് S5 ഇങ്ങനെ ഗാർഗിൾ ചെയ്ത് കഴിഞ്ഞാൽ ന്യൂട്രിചാർജ് S5 പൊട്ടിച്ചൊഴിക്കുക, തരി മഞ്ഞൾപ്പൊടി ഇടുക, അതുപോലെ ലൈറ്റ് ആയിട്ടുള്ള ചൂടുവെള്ളം നമുക്ക് എങ്ങനെ സഹിക്കാൻ പറ്റുന്ന ആ ചൂടുവെള്ളത്തിൽ നമ്മൾ ഗാർഗിൾ ചെയ്ത് കഴിഞ്ഞാല് നമുക്ക് ന്യൂട്രിചാർജ് S5 വളരെയധികം പെട്ടെന്ന് തന്നെ റിസൾട്ട് തരുന്ന കാര്യമാണ്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ന്യൂട്രിചാർജ് S5 ആർക്കൊക്കെ കഴിക്കാന്നുള്ളത് നമ്മൾ കണ്ടു. കഴിക്കാൻ പാടില്ലാത്ത കുറച്ച് പേരുണ്ട്. കഴിക്കാൻ പാടില്ല എന്ന് പറയുമ്പോൾ നമുക്ക് അത് പ്രഗ്നന്റ് ആയ ലേഡീസ്, അതുപോലെ ഫീഡ് ചെയ്യണത്, പാല് കൊടുക്കുന്ന അമ്മമാര്, പിന്നെ ഫാമിലി പ്ലാനിങ്, കുട്ടികളാവാൻ വേണ്ടിയിട്ട് പ്ലാൻ ചെയ്യുന്നവരുണ്ടെങ്കിൽ അവർക്ക് നമുക്ക് ഈ ഒരു ന്യൂട്രിചാർജ് S5 കൊടുക്കാൻ പാടില്ല എന്നുള്ളതാണ് കമ്പനി പറയുന്നത്. കാരണം എന്താന്ന് വെച്ചാല് നമുക്കിത് ചൂട് കൂടുതലാണ്. കരിഞ്ജീരകമൊക്കെ നമുക്ക് ശരീരത്തിന് കൂടുതൽ ചൂട് നൽകുന്ന പ്രോഡക്റ്റുകളാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ശരീരം ചൂടാവും എന്നുള്ളത് കൊണ്ടാണ് ന്യൂട്രിചാർജ് S5 നമുക്ക് ആ സമയത്ത് കഴിക്കാൻ പാടില്ല എന്ന് പറയുന്നത്. നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ നന്നായി വെള്ളം കുടിക്കുക. ഏത് സപ്ലിമെന്റ്സ് കഴിക്കുകയാണെങ്കിലും നമ്മൾ നന്നായി വെള്ളം കുടിക്കുക എന്നുള്ളതാണ്. രാത്രി കഴിക്കാൻ നല്ലൊരു ബുദ്ധിമുട്ടുള്ള സമയമാണ്. നല്ലൊരു പനി ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കഴിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു രാത്രി ഒഴിവാക്കുന്നത് നല്ലതാണ്. കാരണം ഈ പറഞ്ഞതുപോലെ നമ്മുടെ ശരീരത്തിന് ചൂട് കൂടും ഈ ഒരു ന്യൂട്രിചാർജ് S5 കഴിച്ചു കഴിഞ്ഞാല്.
അപ്പൊ അതുകൊണ്ടാണ് രാത്രി ഒഴിവാക്കാൻ വേണ്ടി പറയുന്നത്. നമ്മുടെ ശരീരം റെസ്റ്റ് എടുക്കുന്ന സമയമല്ല, അതുകൊണ്ടാണ് ആ ഒരു സമയത്ത് ഒഴിവാക്കാൻ പറയുന്നത്. നമുക്ക് പക്ഷെ ശരിക്കും പറയുകയാണെങ്കിൽ പ്രഗ്നന്റ് ആയ ലേഡീസിനൊക്കെ കൊടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ, നമ്മള് ഇംഗ്ലീഷ് മരുന്നുകൾ കഴിക്കുമ്പോ ഇപ്പൊ ഒരു പാരസെറ്റമോൾ ഒന്നും ഒരു പ്രഗ്നന്റ് ആയ ലേഡീസിന് കഴിക്കാൻ പാടില്ല. സിവിയർ ആയിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് കഴിക്കാം, അതുകൊണ്ട് വിഷയമില്ല. പക്ഷെ കമ്പനി പറയുന്നത് പ്രഗ്നന്റ് ആയ ലേഡീസ്, അതുപോലെ കുട്ടികളാവാൻ പ്ലാൻ ചെയ്യുന്നവര്, മുലയൂട്ടുന്ന അമ്മമാര്, ഇവർക്കൊക്കെ ഒഴിവാക്കുന്നതാണ് നല്ലത് എന്നുള്ളതാണ്. ബാക്കി എല്ലാവർക്കും നമ്മുടെ ന്യൂട്രിചാർജ് S5 കഴിക്കാം. ഒരുപാട് ബെനിഫിറ്റ്സ്, നമുക്ക് പെട്ടെന്ന് റിസൾട്ട് കിട്ടുന്ന നല്ലൊരു പ്രോഡക്റ്റ് ആണ് നമ്മുടെ ന്യൂട്രിചാർജ് S5. ഒരുപാട് രോഗങ്ങളിൽ നിന്നും അതുപോലെ ഇൻസ്റ്റന്റ് ആയിട്ട് നമുക്ക് റിസൾട്ട് കിട്ടാനും ന്യൂട്രിചാർജ് S5 നമ്മളെ വളരെയധികം സഹായിക്കും. അതുകൊണ്ട് തന്നെ എല്ലാവരും യൂസ് ചെയ്യുക, ഡെയിലി ഒരെണ്ണമെങ്കിലും എല്ലാവരും യൂസ് ചെയ്യുക. അപ്പോഴാണ് നമുക്ക് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാനുള്ള ധൈര്യം നമുക്ക് കിട്ടുള്ളൂ. അപ്പൊ എല്ലാവരും യൂസ് ചെയ്യുക, ഷെയർ ചെയ്യുക. നല്ലൊരു പ്രോഡക്റ്റ് ആണ്, നമുക്ക് നല്ലൊരു മെഡിസിനൽ യൂസ് അല്ലെങ്കിൽ നമുക്ക് നല്ലൊരു റിസൾട്ട് കിട്ടുന്ന ഒരു പ്രോഡക്റ്റ് ആണ് ന്യൂട്രിചാർജ് S5. അപ്പൊ എല്ലാവർക്കും നല്ല 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 ആരോഗ്യത്തോടു കൂടി സന്തോഷത്തോടു കൂടി നിൽക്കാൻ സാധിക്കട്ടെ. ഈ ഒരു നമ്മുടെ ന്യൂട്രിചാർജ് ഉൽപ്പന്നങ്ങൾ എല്ലാവരിലേക്കും എത്തിച്ചുകൊണ്ട് നല്ലൊരു വരുമാനം, അതുപോലെ നല്ലൊരു ഹാപ്പി ലൈഫ് ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുകയാണ്. നന്ദി, നമസ്കാരം. ജിയാസി, താങ്ക് യു. രണ്ട് ടൈപ്പ് ആപ്ലിക്കേഷൻ ആണ് പറഞ്ഞത്. അതായത് രണ്ട് തരത്തിൽ ഇത് ഉപയോഗിക്കാം. ഒന്ന് ഉള്ളിൽ കഴിക്കുകല, രണ്ടാമത്തേത് പറഞ്ഞത് സ്കിന്നിൽ ഡയറക്റ്റ് ആപ്ലിക്കേഷൻ. സ്കിന്നിലെ ഡയറക്റ്റ് ആപ്ലിക്കേഷൻ നമ്മൾ സ്കിൻ കണ്ടീഷൻസിനും അതുപോലെ മുഖത്ത് വരുന്ന പാടുകൾ, പിഗ്മെന്റേഷൻ, കരിമംഗല്യം പോകാൻ, അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ഇത് ഉപയോഗിക്കാം. പക്ഷെ അങ്ങനെ സ്കിന്നിൽ ഉപയോഗിക്കുമ്പോൾ മാഡം അവിടെ പറഞ്ഞതുപോലെ തന്നെ റൈസ് ബ്രാൻ ഓയിലിൽ അത് മിക്സ് ചെയ്യണം. ഒരു ക്യാപ്സൂള് അകത്തെ കണ്ടന്റ് 1 സ്പൂൺ ഓയിലുമായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് അത് ആപ്ലിക്കേഷൻ ചെയ്യേണ്ടത്. അങ്ങനെയാണ് ഫേസ് പാക്കിൽ ഉപയോഗിക്കുക, അങ്ങനെയാണ് സ്കിൻ കണ്ടീഷൻസിൽ ഉപയോഗിക്കുക. ഇനി മറ്റൊരു ഉപയോഗം എന്ന് പറഞ്ഞാൽ ശരിക്കും ഒരു യൂണിവേഴ്സൽ പ്രൊഡക്റ്റ് പോലെ എങ്ങനെ വേണേലും ഉപയോഗിക്കാന്ന് അറിയില്ലേ. ആവി പിടിക്കാം. നമുക്കൊരു അക്യൂട്ട് അറ്റാക്ക്, ഒരു തൊണ്ടവേദന, തൊണ്ടയ്ക്ക് കരകരപ്പ്, ജലദോഷം, മൂക്കടപ്പ്, പിന്നെ സൗണ്ട് പോവുക, എല്ലാം കോൾഡ് വന്നിട്ട് സൗണ്ട് പോകുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അവർക്കിത് വെള്ളത്തിൽ, ആവി പിടിക്കുന്ന വെള്ളത്തിൽ 1-2 ക്യാപ്സൂൾ ഇട്ടിട്ട് അത് പൊട്ടും, അത് സ്ലോലി ആവി പിടിക്കുന്നത് നല്ലതാണ്. പിന്നൊന്ന്, ഇത് ഒരു ക്യാപ്സൂൾ ഒരു അക്യൂട്ട് അറ്റാക്കിൽ തന്നെ സോർ ത്രോട്ട്, പനി, ജലദോഷം എല്ലാം കൂടെ വന്നിട്ട് വല്ലാത്തൊരവസ്ഥയിൽ കൺജസ്റ്റഡ് ആയിരിക്കുന്ന ആ ഒരു അവസ്ഥയില് നമുക്കിതൊരു ഗ്ലാസ്സിലേക്ക്, ഒരു സ്റ്റീൽ ഗ്ലാസ്സിലേക്ക് ഇട്ടുകൊണ്ട് അല്ലെങ്കിൽ സ്റ്റീൽ പാത്രത്തിൽ ഇട്ടിട്ട് അതിന്റെ മുകളിൽ തിളച്ച വെള്ളം ഒഴിച്ചിട്ട് അടച്ചു വെക്കുക. കുറച്ച് കഴിയുമ്പോൾ അത് മെൽറ്റ് ആകും. സ്പൂൺ കൊണ്ട് ഇളക്കി ചെറു ചൂടോടെ അത് കുടിക്കാൻ ശ്രമിക്കുക. ഭയങ്കര കയ്പൊന്നും ഇല്ല, അത് കുടിച്ചു കഴിഞ്ഞാല് സ്ലോലി ഒരു 20 മിനിറ്റ് കൊണ്ട് ആ തൊണ്ടയ്ക്ക് നഷ്ടപ്പെട്ട സൗണ്ട് തിരിച്ചു കിട്ടും. അത് ഞാൻ ദൃക്സാക്ഷിയാണ്. ഒരു ബാങ്കിൽ പോയപ്പോ ബാങ്ക് മാനേജർക്ക് സൗണ്ട് ഇല്ലാതിരിക്കുന്ന കണ്ടിട്ട് ഞാൻ കൊടുത്തു. എന്നോട് ചോദിച്ചത് ഇതൊക്കെ വിശ്വസിച്ച് കഴിക്കാമോ? ഞാൻ പറഞ്ഞു ഞാൻ ഇവിടെ തന്നെ ഉണ്ട്, ഞാൻ എങ്ങും പോകുന്നില്ല എന്ന് പറഞ്ഞ് ഞാൻ അദ്ദേഹത്തിന് തിളപ്പിച്ച വെള്ളം ഒഴിച്ച് ഗ്ലാസ്സിനകത്ത് അത് അലിയിച്ച് കൊടുത്ത് അദ്ദേഹത്തിന്റെ സൗണ്ട്, ഞാൻ അവിടുന്ന് ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹത്തിന് സൗണ്ട് തിരിച്ചു കിട്ടി. അവിടെ ഞാൻ ന്യൂട്രിചാർജ് S5 സെയിൽ ചെയ്തിട്ടാണെന്ന് ഞാൻ ഇറങ്ങിപ്പോകുന്നത്. 2 വർഷം മുമ്പാണ്. അതുപോലെ തന്നെ കൊറോണ സമയത്ത് എനിക്ക് ഒരുപാട് പേരുടെ ലൈഫ്, ഏകദേശം ഒരു 40ഓളം ആൾക്കാരുടെ ലൈഫ് സേവ് ചെയ്യാൻ, ഹോസ്പിറ്റൽ ICUന്ന് പുറത്ത് ചാടിക്കാനും വീട്ടിലുള്ളവരെ ഹോസ്പിറ്റലിലേക്ക് വിടാതിരിക്കാനും സഹായിച്ച ഒരു പ്രൊഡക്റ്റ് ആണ്. മോറോവർ ഞാൻ ഈ കൊറോണ സമയത്ത് മുഴുവൻ കൊറോണ ആൾക്കാരുടെ കൂട്ടത്തിൽ നടന്നിട്ടും ഒരു കോൾഡ് പോലും വരാതെ രക്ഷപ്പെട്ടതും ഈ ഒരു പ്രൊഡക്റ്റിന്റെ മെച്ചമാണ്. ഇന്ന് വരെ ഈശ്വരനെ അനുഗ്രഹിച്ചിട്ട് അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല, ഒരു കോൾഡ് പോലും വന്നിട്ടില്ല എന്നുള്ളതാണ്. ഡെയിലി 2 എണ്ണം വെച്ചിട്ട് ഞാൻ കഴിക്കുന്നുണ്ട്. കഴിവതും രാത്രിയിൽ കഴിപ്പിക്കാതിരിക്കുക. പിന്നെ അക്യൂട്ട് എമർജൻസി ആണെന്നുണ്ടെങ്കിൽ 1 എണ്ണം കഴിച്ചാൽ കുഴപ്പമില്ല. കാരണം നമുക്കത് കഴിച്ചു കഴിയുമ്പോൾ വയറിനകത്ത് എരിച്ചില് തോന്നാൻ ചിലർക്ക് വളരെ റെയറായിട്ട് അത് തൈമോക്കിനോൺ അലർജി ഉള്ള ആൾക്കാർക്കാണ്. കരിഞ്ജീരകം എന്ന് പറയുമ്പോൾ അതിനകത്ത് സത്ത് തൈമോക്കിനോൺ എന്നാണ്. ആ തൈമോക്കിനോൺ ചിലർക്ക് അലർജിക്കായിരിക്കും, വേറെ അതിനകത്ത് അലർജി ഉണ്ടാവുന്ന സാധനങ്ങളൊന്നും ഇല്ല. അപ്പൊ അങ്ങനെയുള്ളത് കൊണ്ടും, പിന്നെ നമ്മൾ ഉറങ്ങാൻ കിടക്കുകയാണ്, വെള്ളം കുറച്ചായിരിക്കും. നമുക്ക്
നമ്മുടെ ഏത് പ്രൊഡക്റ്റും കഴിച്ചിട്ട് എന്ത് അസ്വസ്ഥത തോന്നിയാലും സിംപിളി പറയാൻ പറ്റുന്നത് നന്നായിട്ട് വെള്ളം കുടിക്കുക, നന്നായിട്ട് വെള്ളം കുടിക്കുക. അതിനെ വെള്ളം കുടിച്ച് ന്യൂട്രലൈസ് ചെയ്ത് വിടാനായിട്ട് പകലാണെങ്കിൽ സാധിക്കും. അതുകൊണ്ടാണ് ഷുഗർ ഉള്ള പേഷ്യന്റിന് ഷുഗർ മരുന്നിന്റെ കൂട്ടത്തിൽ തന്നെ നമുക്ക് ന്യൂട്രിചാർജ് S5 കൊടുക്കാം. 2 പർപ്പസ് ആണ്. ഒന്ന്, ഷുഗറിനെ ഡൗൺ ചെയ്യാനുള്ളൊരു കപ്പാസിറ്റി ഉണ്ട്. രണ്ടാമതുള്ളത് ഷുഗർ പേഷ്യന്റിന്റെ ഇമ്മ്യൂണിറ്റി വളരെ കുറവായിരിക്കും, അവരെ മറ്റ് അസുഖങ്ങളിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടിയിട്ട്. ഇതൊരു ഇമ്മ്യൂണിറ്റി ബൂസ്റ്റർ ആണ്, നാച്ചുറൽ ഇമ്മ്യൂണിറ്റി ബൂസ്റ്റർ ആണ്. ഇനി ഏറ്റവും നല്ലൊരു ബെനിഫിറ്റ് എന്ന് പറയുന്നത്, നമുക്ക് വൈറൽ ഫീവർ വന്നു കഴിഞ്ഞാൽ ആ വൈറൽ ഫീവർ വന്നു പോയി, നമുക്കൊരു ഫീൽ ഉണ്ട്. ഇപ്രാവശ്യം പനി വന്നു പോയിട്ട് ഒരു സുഖമില്ല, എന്താണെന്നറിയില്ല, ശരീരം അങ്ങോട്ടൊരു സുഖമില്ല. അതിന്റെ റീസൺ എന്ന് പറയുന്നത്, ഒരു വൈറസ് കയറി 1 കോടി വൈറസ് അതിലപ്പുറമോ വൈറസുകളായിട്ട് അത് ഒരുപാട് വൈറസുകളായി മാറുമ്പോൾ ആ സെൽ ഡിവിഷന്റെ സമയത്ത് ഉണ്ടാകുന്ന ടോക്സിൻസ് അത് ബ്ലഡിൽ തന്നെ കിടക്കും. പൊതുവേ ഉള്ളൊരു സ്വഭാവമാണ്, നമുക്ക് പനിയോ ജലദോഷമോ വന്നു കഴിഞ്ഞാൽ നമുക്ക് എവിടെയെങ്കിലും ചുരുണ്ടു കൂടി കിടക്കാനാണ് ഇഷ്ടം, എവിടെയെങ്കിലും റെസ്റ്റ് എടുക്കുക. അതിനിടയ്ക്ക് ആഹാരമോ വെള്ളമോ നമുക്ക് ഇഷ്ടമില്ല. പക്ഷെ പനി വരുന്ന സമയത്ത് മാക്സിമം വെള്ളം കുടിക്കാൻ ശ്രമിക്കണം. കാരണം വെള്ളം കുടിച്ച് മൂത്രമൊഴിച്ച് പോയാൽ ഒരു 60% ശരീരവും സൗഖ്യമാകും. അപ്പൊ ഈ ടോക്സിൻ മുഴുവൻ പനിയുടെ ആ ഒരു കോഴ്സ് കഴിഞ്ഞു, അതിന്റെ വൈറസിന്റെ വിറുലൻസ് കാരണം അത്രയും തീവ്രമായി മരുന്ന് കഴിച്ചു, കുറഞ്ഞു. വൈറസിന് യാതൊരു മരുന്നും ഇല്ല. വൈറസിന് ആന്റിവൈറൽ കപ്പാസിറ്റി ഉള്ള ഒരു മരുന്ന് നമുക്ക് ഫാർമസിയിൽ നിന്ന് അവൈലബിൾ അല്ല. അപ്പൊ നമുക്ക് തരുന്നത് ആന്റിബയോട്ടിക് ആണ്. ആന്റിബയോട്ടിക് എന്തിനാ തരുന്നതെന്ന് വെച്ചാൽ, വൈറസ് കയറി കഴിയുമ്പോൾ നമുക്ക് ശരീരത്തിന് ഇമ്മ്യൂണിറ്റി കുറവാണ്, അതിന്റെ പുറകെ ബാക്ടീരിയയും വരും. ആ ബാക്ടീരിയ വന്നാൽ അപകടം കൂടുതലാണ്. അത് കാരണമാണ് അത് ആന്റിബയോട്ടിക് നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ വൈറസിന്റെ ഒരു ആഫ്റ്റർ എഫക്ട് എന്ന് പറയുന്നത് അതിന്റെ ടോക്സിൻ ശരീരത്തിൽ കെട്ടിക്കിടക്കുന്നതാണ്. അതാണ് നമുക്ക് അസ്വാസ്ഥ്യം ഉണ്ടാക്കുന്നത്. അപ്പൊ ഈ വൈറസിന്റെ ടോക്സിൻ പിന്നീട് ചെയ്യാവുന്നത് എന്താണ്, നമ്മളുടെ ലങ്സിലേക്ക് പെനട്രേറ്റ് ചെയ്യാതെ തുളച്ചു കയറാൻ ഒരു കപ്പാസിറ്റി ഉണ്ട് ആ ഒരു പോയിസൺ, അതിന്റെ ടോക്സിൻ. അപ്പൊ ലങ്സിന്റെ ചുറ്റിനും തൈമോക്കിനോൺ എന്ന് പറയുന്ന ആ ഒരു വസ്തു, അത് ലങ്സിന് ഒരു കവറായിട്ട്, ഒരു പ്രൊട്ടക്റ്റന്റ് ആയിട്ട് അത് മാറും. അപ്പൊ ഒരു ടോക്സിനും ലങ്സിനുള്ളിലേക്ക് പെനട്രേറ്റ് ചെയ്യാതെ, കുത്തിക്കയറാതെ, തുളച്ചു കയറാതെ ലങ്ങിന് ഒരു കവചം സൃഷ്ടിച്ച് പോസ്റ്റ് വൈറൽ സിൻഡ്രോം എന്ന് പറയുമ്പോൾ ഒരുപാട് രോഗലക്ഷണങ്ങൾ ഒന്നിച്ചു വരിക. അപ്പൊ നമുക്കൊരു അസ്വസ്ഥത വന്നു കഴിഞ്ഞാൽ നമുക്ക് ക്ഷീണം ആദ്യം വരും, പിന്നെ കഴിക്കാൻ തോന്നില്ല, ലതാർജി എന്ന് പറയും, പിന്നെ അത് ഫറ്റീഗ് ആയിട്ട് മാറും. കാരണം എന്തെല്ലാം ചെയ്താലും ക്ഷീണം മാറാത്ത അവസ്ഥ, പിന്നെ ശ്വാസതടസ്സം ഉണ്ടാകുന്നു. അത് ശ്വാസകോശത്തിലേക്ക് വൈറസ് കയറിയത് കൊണ്ടാണ്. ഇപ്പൊ കോവിഡോ അല്ലെങ്കിൽ തീവ്രമായ വൈറൽ ഇൻഫെക്ഷനോ വന്നു കഴിഞ്ഞാൽ പോസ്റ്റ് കോവിഡ് സിൻഡ്രത്തിൽ ഏറ്റവും അധികം കാണുന്നത് ഒന്ന് ന്യൂമോണിയ ആണ്, രണ്ടാമത് ഹാർട്ട് അറ്റാക്ക് ആണ്, മൂന്നാമത് കോവിഡിന്റെ മാത്രമാണ് ഞാൻ പറയുന്നത്, മൂന്നാമത് കാണുന്നത് സിവിയർ ആർത്രൈറ്റിസ് ആണ്. അതുപോലെ കിഡ്നി ഫെയിലിയർ ലേറ്റ് ആയിട്ട്. ഈ വിപുലമായ ഈ മാരകമായ കണ്ടീഷൻസിനെ പ്രിവെന്റ് ചെയ്യാൻ ആ വൈറൽ ഫീവർ ഉണ്ടാകുന്ന സമയത്ത് തന്നെ നമ്മൾ ന്യൂട്രിചാർജ് S5 കഴിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ കോവിഡിന് ശേഷമുള്ള കാലം ഒരു ചെറിയൊരു പനി വന്നു പോയ പോലെ ഈസി ആയിട്ട് ജീവിക്കാൻ അവർക്ക് സാധിക്കും. അതുപോലെ ഇമ്മ്യൂണിറ്റി മെയിൻറ്റൈൻഡ് ആയിട്ടിരിക്കാനും ഇത് സഹായകരമാണ്. അപ്പൊ നമുക്കിത് ഉള്ളിൽ കഴിക്കാം, സ്കിന്നിൽ പുറമെ പുരട്ടാം. ഒരിക്കലും ഡയറക്റ്റ് പുരട്ടരുത്, ഭയങ്കര പുകച്ചിലാണ്. അതിനെ ഡൈല്യൂട്ട് ചെയ്യണം ഹെൽത്ത് ഗാർഡ് ഓയിൽ വെച്ചിട്ട്. അത് വൈറ്റമിൻ ഇ റിച്ച് ആണ്, അതൊന്നുകൂടെ സ്കിന്നിന് നല്ലതാണ്. ഫേസ് പാക്കിന് ഏറ്റവും ബെസ്റ്റ് ആണ്. ഫേസ് പാക്ക് നമുക്ക് നോർമൽ ഡെയിലി ലൈഫിൽ ഫേസ് പാക്ക് എന്ന് പറയുന്നത് ഒരു ക്യാപ്സൂള് പ്ലസ് 1 സ്പൂൺ എണ്ണ, അത് ചെറുത് മിക്സ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ വൈകുന്നേരം തിരിച്ചെത്തി കഴിയുമ്പോൾ ഫേസ് വാഷ് ചെയ്തിട്ട് ഒരു അരമണിക്കൂർ 3/4 മണിക്കൂർ ഫേസിൽ പാക്ക് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നല്ല സ്കിൻ ഗ്ലോ ഉണ്ടാവും. അങ്ങനെ ചെയ്യാൻ പറ്റും. പിന്നെ നമുക്ക് അതിനെ ആവി പിടിക്കാം, തിളച്ച വെള്ളത്തിലിട്ട് ചൂടോടെ കുടിക്കാം. പിന്നെയാണ് തീവ്രമായ ആവി പിടിക്കാനൊന്നും പറ്റിയ സങ്കേതങ്ങളൊന്നും ഇല്ലാത്തൊരവസ്ഥയിലാണ് വായിലിട്ട് ചവച്ചരച്ച് സ്ലോലി അതിനെ വിഴുങ്ങുക എന്ന് പറയുന്നത്. അപ്പൊ നമുക്കൊരു വൈറൽ ഇൻഫെക്ഷൻ കഴിഞ്ഞിട്ട് വരുന്ന ഒരു ആഫ്റ്റർ എഫക്റ്റിനെ തടയിടാനായിട്ട് ഏറ്റവും ബെസ്റ്റ് ആണ് നമ്മുടെ ന്യൂട്രിചാർജ് S5. അതില് നമ്മൾക്ക് ഹെൽപ്ഫുൾ ആയിട്ട് നിൽക്കുന്നത് തൈമോക്കിനോൺ ആണ്. ഇഷ്ടംപോലെ സ്റ്റഡീസ് പ്രൂവൺ ആണ്. എനിക്ക് കിട്ടിയ ഏറ്റവും നല്ലൊരു എക്സ്പീരിയൻസ്, ഗൾഫിന് പോകാൻ നിന്ന ഒരു പയ്യൻ RT-PCR ടെസ്റ്റ് ചെയ്തിട്ട് ഞാൻ കൊണ്ട് കുറച്ച് സാധനങ്ങൾ കൊടുത്തു,
മകന് കൊടുത്തു വിടാൻ വേണ്ടിയിട്ട്. അവിടുന്ന് അവൻ എന്നെ രാത്രി വിളിച്ചു പറഞ്ഞു, ആന്റി എനിക്ക് പോകാൻ പറ്റില്ല. എന്താണ് കാരണം എന്ന് ചോദിച്ചപ്പോ അവൻ സിംറ്റം ഒന്നും ഇല്ല, പക്ഷെ RT-PCR പോസിറ്റീവ് ആണ്. ചോദിക്കുന്നവരെല്ലാം പറയണ ഇനിയും 2 മാസം എടുക്കും അത് നെഗറ്റീവ് ആകാനെന്നാണ്. ഞാൻ പറഞ്ഞു ഒന്നുമില്ല, നീ 10 ദിവസത്തിനുള്ളിൽ തിരിച്ചു ദുബൈയില് നീ ഇറങ്ങിയിരിക്കും, അത് ഞാൻ ശരിയാക്കി തരാമെന്ന് പറഞ്ഞിട്ട് രാത്രി 10 മണിക്ക് തന്നെ ഞാൻ കൊണ്ടുപോയി അവന് ന്യൂട്രിചാർജ് S5 കൊടുത്തു. 6-ാം ദിവസം നീ പോയി ടെസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. അവന് രാവിലെ ഉച്ചയ്ക്കുമായിട്ടാണ് 2 എണ്ണം വെച്ച് ഞാൻ കൊടുത്തിരുന്നു. അപ്പോ 6-ാം ദിവസം ടെസ്റ്റ് ചെയ്ത് നെഗറ്റീവായി. 10 ദിവസത്തിനുള്ളിൽ എന്ന് പറഞ്ഞ് 8-ാം ദിവസം തന്നെ ഫ്ലൈറ്റ് ചാർട്ട് ചെയ്ത് അവൻ ദുബൈക്ക് പോയി. അതെന്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ്. അത് കഴിഞ്ഞാണ് പാകിസ്ഥാനിലെ ഗവൺമെന്റ് ഇതിന്റെ ഒരു എഫക്റ്റീവ്നെസ് കോവിഡ് പേഷ്യന്റിൽ 2020 സ്റ്റഡി വെച്ചിട്ട് അവർ പ്രൂവ് ചെയ്തത്. അവർ കണ്ടത് തൈമോക്കിനോൺ ചെല്ലുന്ന പേഷ്യൻസിൽ അവരവിടെ ന്യൂട്രിചാർജ് S5-ഉം ഹണിയും വെച്ചിട്ടാണ് ടെസ്റ്റ് ചെയ്തത്. അവരുടെ സ്റ്റഡി അതായിരുന്നു. അപ്പൊ ഒരു കൺവെൻഷണൽ സ്റ്റഡി നോർമലി കൊടുക്കുന്ന മരുന്ന് കൊടുത്ത 20 പേരും ന്യൂട്രിചാർജ് S5 എന്ന് പറഞ്ഞ ന്യൂട്രിചാർജ് S5-ലുള്ള തൈമോക്കിനോൺ പ്ലസ് ഹണി കൊടുത്തിട്ട് മറ്റൊരു 20 പേരും. അവർക്ക് കാണാൻ പറ്റിയത് തൈമോക്കിനോൺ കഴിച്ച 20 പേർക്കും അവര് ഫാസ്റ്റ് ആയിട്ട് നെഗറ്റീവായി. അവര് ഒരു 10 ദിവസം വരെ എടുത്തിട്ടുണ്ട്, 13 ദിവസം വരെ എടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് പിന്നീട് ഒരു സ്റ്റഡിയിൽ 7-ാം ദിവസം നെഗറ്റീവായി എന്ന് കണ്ടു. എനിക്കത് 6-ാം ദിവസം റിസൾട്ട് കിട്ടി. അത് റെസ്പോൺസ്, ബോഡിയുടെ റെസ്പോൺസ് ആണ്. അപ്പൊ ഇത്രയും നല്ല ഒരു സാധനം നമ്മുടെ കയ്യിലുണ്ട്. ഒരു ശരിക്കും പറഞ്ഞ ഒരു റെവല്യൂഷൻ ചെയ്യാൻ നമുക്ക് ഏറ്റവും പറ്റിയ സമയമാണ്. ഇനിയിപ്പോ ഒരു ക്ലൈമറ്റ് ചേഞ്ച് ആണ് വരുന്നത്. ഒരു ന്യൂട്രിചാർജ് S5 എങ്കിലും ഒരു ദിവസം പ്രൊമോട്ട് ചെയ്തുകൊണ്ട് നമ്മൾക്ക് കിട്ടി നമ്മളുടെ ആ ഒരു ഉത്തരവാദിത്തം, ഹെൽത്ത് ഫോർ ഓൾ എന്നുള്ള ആ ഒരു ഉത്തരവാദിത്തം നിലനിർത്താൻ നമുക്ക് സാധിക്കും. ആ ഒരു കാര്യം ചെയ്യാൻ നമുക്ക് കിട്ടിയൊരു നിയോഗമാണിത്. അതിനെ എല്ലാവരും ഉപയോഗിക്കുക. S5-ന്റെ ഇതിന് വിപുലമായ മറ്റൊരു ക്ലാസ് ഉണ്ട് ഇമ്മ്യൂണിറ്റി പാക്കേജിൽ. നിങ്ങൾക്ക് എങ്ങനെ നിങ്ങളുടെ ഇമ്മ്യൂണിറ്റിയെ ടെസ്റ്റ് ചെയ്യാം, നമ്മൾ ഇമ്മ്യൂൺഡ് ആണോ ഇല്ലയോ എന്ന് ടെസ്റ്റ് ചെയ്യാം. അത് ഫിസിക്കൽ ക്ലാസ്സിൽ ഞാൻ ക്വസ്റ്റ്യനെയർ ആയിട്ട് അത് തരാം. അത് കഴിയുമ്പോൾ സ്വയം ടെസ്റ്റ് ചെയ്തും മറ്റുള്ളവരെ ടെസ്റ്റ് ചെയ്തുകൊണ്ട് നമുക്ക് ന്യൂട്രിചാർജ് S5 പ്രൊമോട്ട് ചെയ്യാം. താങ്ക് യു രാജൻ സാർ, താങ്ക് യു വെരി മച്ച്. താങ്ക് യു മാഡം. ഒരു കാര്യം കൂടി ആഡ് ചെയ്യണം മാഡം, ഇത് കൊടുക്കാൻ പാടില്ലാത്ത ആരാണ്? കൊടുക്കാൻ പാടില്ലാത്തത് പ്രഗ്നൻസി പ്ലാൻ ചെയ്യുന്ന ആൾക്കാര്, അതുപോലെ പ്രഗ്നന്റ്, അതുപോലെ പാലൂട്ടുന്ന അമ്മമാർ. പാലൂട്ടുന്ന അമ്മമാർക്ക് പനിയോ ജലദോഷമോ വന്നാല് നമ്മൾ ഇത് കൊടുത്താൽ അവര് അന്ന് പാല് കുടിപ്പിക്കാതിരിക്കേണ്ടി വരും. ഞാൻ പക്ഷെ 9 മാസം പ്രായം മോൾക്ക് കുഞ്ഞിനായപ്പോഴത്തേന് ഞാൻ കൊടുത്തിട്ടുണ്ട്. കാരണം കോവിഡിന്റെ ടൈം ആയിരുന്നു, അങ്ങനെ കൊടുക്കേണ്ടി വന്നിട്ടുണ്ട്. പക്ഷെ അത് കുഞ്ഞുങ്ങൾക്ക് കുറച്ചും കൂടെ ഭയങ്കര ചൂടുള്ള സാധനമാണ്, ഭയങ്കര ചൂടാണിത്. തൈമോക്കിനോൺ ചൂടാണ്. അതുപോലെ തന്നെ നമ്മുടെ തുളസിയും അവർക്ക് അത്രയും ഹൈ ഡോസ് തുളസിയൊന്നും അവർ ടോളറേറ്റ് ചെയ്തില്ല, മിന്റ് ടോളറേറ്റ് ചെയ്യില്ല. പ്രഗ്നൻസി പ്ലാൻ ചെയ്യുന്ന ആൾക്കാർക്ക് ഇതിന്റെ ചൂട് കാരണം അവരില് ബീജാണുക്കള് ചത്തുപോകും. അതുപോലെ തന്നെ അണ്ടവും ആക്റ്റീവ് ആവില്ല, ഡെഫിഷ്യന്റ് ആയിട്ടുള്ള സൈഗോട്ട് ഉണ്ടാവും. അതുപോലെ തന്നെ പ്രഗ്നൻസി അലസി പോകാനുള്ള സാധ്യത കൂടുതലാണ്. അത്രയും നല്ല ചൂടാണ്. ചില ഭക്ഷണങ്ങൾ ഒഴിവാക്കുന്നത് പോലെ ഇതും ഒഴിവാക്കേണ്ട ആവശ്യമുണ്ട്. പ്രഗ്നൻസിയിലും ഒരു കാരണവശാലും ഇത് കൊടുക്കാൻ പാടില്ല.